ഹായ് മക്കളെ, HSST കെമിസ്ട്രിയുടെ ആൻസർ കീ ഡിസ്കഷൻ പാർട്ട് 2 ആണ് ഈ സെഷനിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 36 to 70. ഓക്കെ, ഓൾറെഡി നമ്മൾ പാർട്ട് 1 ക്വസ്റ്റ്യൻ നമ്പർ 1 to 35 നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ആരെങ്കിലും പാർട്ട് 1 കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ഞാൻ വീഡിയോ പിൻ ചെയ്തേക്കാം, ഒന്ന് കണ്ടു നോക്കുക. ഓക്കെ, അപ്പോൾ പാർട്ട് 2 36 to 70. ആൻഡ് നമ്മൾ കഴിഞ്ഞ സെഷനിൽ പറഞ്ഞിരുന്നു സയൻറ്റിഫിക് ഓഫീസറിൻ്റെയും അതേപോലെ തന്നെ അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെയും ലോങ് ടേം ബാച്ചാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വെള്ളിയാഴ്ച നമ്മൾ ഫ്രഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ആൻഡ് നമ്മൾ പറഞ്ഞതുപോലെ HSST കെമിസ്ട്രി ആണെങ്കിലും നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അറിയാം, നമ്മൾ ഒരു 1 ഇയറിന് മുന്നേ തന്നെ നമ്മൾ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിരുന്നു. എന്തുകൊണ്ടാണ്? കാരണം സിലബസ് അത്രയും വലുതാണ് മക്കൾ. ഈ സയൻറ്റിഫിക് ഓഫീസറിൻ്റെ ആണെങ്കിലും സെയിം സിലബസ് ആണ് അല്ലേ. അപ്പോൾ അത്രയും വൈഡ് ആയിട്ടുള്ള ഒരു സിലബസ് നിങ്ങൾ ശരിക്ക് പഠിച്ചെടുക്കാൻ, പിന്നീട് ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനും CSIRൻ്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാനൊക്കെ നിങ്ങൾക്ക് അത്രയും സമയമെടുക്കുന്നൊരു പ്രോസസ്സാണ്. അതുകൊണ്ടാണ് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ, വളരെ സീരിയസ് ആയിട്ട് നിങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്യാം. ഓക്കെ, ഇനി അസിസ്റ്റൻറ്റ് പ്രൊഫസറിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ ഈ എക്സാം സബ്ജക്റ്റീവ് ആയിരിക്കും, ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. ഓക്കെ, ഒബ്ജക്റ്റീവ് അല്ല, ഡിസ്ക്രിപ്റ്റീവ് ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ ജിയോ കെമിസ്ട്രിൻ്റെയും അതേപോലെ UPSCയുടെയും ഒക്കെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് എത്രയും ചെറിയ വാക്കുകളിൽ വളരെ എഫക്റ്റീവായിട്ട് നിങ്ങൾക്ക് എങ്ങനെ ആൻസർ എഴുതി ഫലിപ്പിക്കാം അല്ലേ, ആൻസർ കൃത്യമായിട്ട് എങ്ങനെ എഴുതാം എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം. അതേപോലെ 3 മാർക്ക് 5 മാർക്സ് ഇതിനൊക്കെ എങ്ങനെ സ്കോർ ചെയ്യാം, അതേപോലെ എത്ര വേർഡ്സിൽ നമ്മൾ എഴുതണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാകണം അസിസ്റ്റൻറ്റ് പ്രൊഫസറിന്. ഓക്കെ, ഇതെന്താണ്? ഇത് ഒബ്ജക്റ്റീവ് ആയിരിക്കും അല്ലേ. 2 എക്സാമും നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് 2027 അവസാനത്തോടാണ്. ഓക്കെ, 2027 അവസാനത്തോടാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു 1.5 ഇയർ ടൈം എന്തായാലും ഉണ്ട്. അത്രയും സമയം നിങ്ങൾക്ക് വേണം താനും. ഓക്കെ, കാരണം അത്രയും ഡെപ്തിലുള്ള സിലബസാണ്. അപ്പോൾ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുന്ന ആസ്പിരൻസ് എത്രയും പെട്ടെന്ന് തന്നെ ജോയിൻ ചെയ്തോളൂ. ഓക്കെ, ഇനി നമ്മൾ പറഞ്ഞിരിക്കുന്നു 36 ക്വസ്റ്റ്യൻ്റെ എന്തായിരുന്നു ഇവിടെ ചോദിച്ചിരിക്കുന്നത്? ഐഡൻറ്റിഫൈ ദ റിയാക്ഷൻ എന്നാണ്. ഒരു സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് മക്കളെ. CH3 twice SO എന്ന് പറയുന്നത് അല്ലേ. സുവേൺ ഓക്സിഡേഷൻ ആണ്, COCl2 സോറി. ഓക്കെ, അതേപോലെ തന്നെ DMSO CH3 twice SO എന്ന് പറഞ്ഞാൽ എന്താണ്? DMSO അല്ലേ, ഡൈമീഥൈൽ സൾഫോക്സൈഡ് ആണ്. അതേപോലെ തന്നെ ഇതിനെ എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാം? COCl twice. ഇതാണ് നമ്മുടെ സുവേൺ ഓക്സിഡേഷൻ. സിമ്പിളായിട്ട് ഓപ്ഷൻ B നമുക്ക് മാർക്ക് ചെയ്യാൻ പറ്റും. വേറെ ഒന്നും അറിയേണ്ട ആവശ്യമില്ല, നമ്മുടെ റിയേജൻസ് മാത്രം അറിഞ്ഞാൽ മതി. ഓക്കെ, അതേപോലെ മൊഫറ്റ് ഓക്സിഡേഷൻ ആണെങ്കിൽ എന്തായിരിക്കും? DCC. ഇതൊക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിരുന്ന കാര്യമാണ്. അപ്പോൾ സുവേൺ ഓക്സിഡേഷൻ അല്ലേ. അപ്പോൾ റിയേജൻസിനെ നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളരെ എളുപ്പത്തിൽ ഈ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ കോംപ്ലിക്കേഷൻസിലൊക്കെ ഒന്നും നമ്മൾ കടക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മുടെ കുട്ടികളൊക്കെ അത് ചെയ്തിട്ടുണ്ട്, വലിയ സന്തോഷം. ഇനി ഹുവാങ് മിൽനോൺ റിയാക്ഷൻ, ഇത് ആക്ച്വലി HSSTയുടെ PYQ 2021 ചോദിച്ചൊരു ചോദ്യമാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ തന്നെ ഡിസ്കസ് ചെയ്തിട്ടിരുന്നു PYQ ഡിസ്കഷനിൽ. ഓക്കെ, ഹുവാങ് മിൽനോൺ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? മോഡിഫിക്കേഷൻ ഓഫ് വോൾഫ് കിഷ്ണർ റിഡക്ഷൻ ആണ്. ഓക്കെ, എനിക്ക് തോന്നുന്നു പാർട്ട് 4 തോന്നുന്നു. സെയിം ക്വസ്റ്റ്യൻ, എക്സാക്ട്ലി സെയിം ക്വസ്റ്റ്യൻ ആയിരുന്നു ചോദിച്ചിരുന്നത്. അപ്പോൾ ഓപ്ഷൻ C. നിങ്ങൾ ആ സെഷൻ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളതും എഴുതിയിട്ടുണ്ടാകും. ഓക്കെ, നൗ ക്വസ്റ്റ്യൻ നമ്പർ 38 മാച്ച് ദ ഫോളോയിങ് ആണ് അല്ലേ. പലേഡിയം കെമിസ്ട്രിയുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്. പലേഡിയം കെമിസ്ട്രിയെ പറ്റി വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു സെഷൻ എക്സ്ക്ലൂസീവായിട്ട് പലേഡിയം കെമിസ്ട്രിയെ പറ്റി നമ്മൾ സംസാരിച്ചിരുന്നു. ഹെക്ക് ആണെങ്കിലും സുസൂക്കി ആണെങ്കിലും നെഗഷി, സൊണഗാഷിരി, സ്റ്റില്ലെ എല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയായിരുന്നു. ഏതെങ്കിലും ഒന്ന് ചോദിക്കും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്, പക്ഷേ എല്ലാം തന്നെ ചോദിച്ചിട്ടുണ്ട്. മാച്ച് ദ ഫോളോയിങ്. ഓക്കെ, മാച്ച് ദ ഫോളോയിങ് ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും സുസുക്കി കപ്ലിംഗ് ഒക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ്. ക്രോസ് കപ്ലിംഗ് റിയാക്ഷൻ ഇൻവോൾവിങ് ഓർഗാനോ ബോറോൺ എന്ന് പറയുന്നത്. ഓർഗാനോ ബോറോൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ സുസുക്കി കപ്ലിംഗ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്യാൻ പറ്റും അല്ലേ. 3B ആണെങ്കിൽ 3C ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, 3A ആണ് അല്ലേ. പിന്നീട് എന്താണ്? സ്റ്റില്ലെ കപ്ലിംഗ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ സ്റ്റില്ലെ കപ്ലിംഗ് എന്താണ്? നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ടെർമിനൽ അല്ലെങ്കിൽ സോണഗാഷിഡ് നോക്കിക്കോളൂ, ഏതെങ്കിലും ഇത് തന്നെ നോക്കാം. ടെർമിനൽ ആൽക്കൈനാണ് കൊടുത്തിരിക്കുന്നത് അല്ലേ. അറൈൽ ഹാലൈഡും ടെർമിനൽ ആൽക്കൈനും. അപ്പോൾ സോണഗാഷിഡ് കപ്ലിംഗ് നിങ്ങൾ നോക്കുക. ഏതാണ്? കപ്ലിംഗ് ഓഫ് ടെർമിനൽ ആൽക്കൈൻസ് വിത്ത് വിനൈൽ ഓർ അറൈൽ. ഓക്കെ,
അപ്പോൾ എന്താണ് 2 എന്നുള്ളത് ഡിയും നമുക്ക് കിട്ടും. അപ്പോൾ 2D ഏതാണ് വരുന്നത്? യെസ് 2D. ഓക്കെ, ഇതെന്താണ് 2A ആണ്. സോ ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് തന്നെ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. ഇതൊക്കെ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഞാനിവിടെ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഓക്കെ, നൗ 39 കംപ്ലീറ്റ് ദ ഫോളോയിങ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മക്കളെ, സോഡിയം ബോറോഹൈഡ്രൈഡ് ആണ് അല്ലേ. സോഡിയം ബോറോഹൈഡ്രൈഡ് എന്താണ്? മൈൽഡ് റെഡ്യൂസിങ് ഏജൻ്റ് ആണ്. ഓക്കെ, ഓപ്ഷൻ എലിമിനേറ്റ് ചെയ്തിട്ട് തന്നെ ഇത് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇറ്റ് ക്യാൻ ഓൺലി റെഡ്യൂസ് വോട്ട് ആൽഡിഹൈഡ് ഓർ കീറ്റോൺ, ആൽഡിഹൈഡ് ആൻഡ് കീറ്റോൺ. ഓക്കെ, അപ്പോൾ ട്രിപ്പിൾ ബോണ്ടും ഡബിൾ ബോണ്ടൊക്കെ അതേപോലെ അവിടെ ഉണ്ടാകും അല്ലേ. അപ്പോൾ നോക്കിയേ നിങ്ങൾ, ഇവിടെ എന്തായിരിക്കും? ഈ സി ഡബിൾ ബോണ്ട് ഒ എന്താവും? CHOH ആകും. ഇത്രയേ ഉള്ളൂ കാര്യം. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? MEC ട്രിപ്പിൾ ബോണ്ട് C. ഇത് C ട്രിപ്പിൾ ബോണ്ട് C 1 ആണ്, 2 ആണ്, ഇത് 3 ആണ്. ഓക്കെ, അപ്പോൾ MEC ട്രിപ്പിൾ ബോണ്ട് C ത്രൈസ്, പിന്നെ എന്തായിരിക്കും? CHOH, CH ഡബിൾ ബോണ്ട് CH2 അല്ലേ. അപ്പോൾ ഈ ഒരാളെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി എന്താണ്? H+ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് നോക്കാം എന്താ പറഞ്ഞിരിക്കുന്നത്. ME, ഓക്കെ, യെസ്, C ട്രിപ്പിൾ ബോണ്ട് C ത്രൈസ് CHOH അല്ലേ, അങ്ങനല്ലേ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, CH ഡബിൾ ബോണ്ട് CH2. ഇതിനെ ആരുമായിട്ട് റിയാക്ട് ചെയ്യുന്നു? H+ഉമായിട്ട് റിയാക്ട് ചെയ്യുന്നു അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കിക്കോളൂ. ആൻഡ് അഗെയിൻ ഇതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. കാരണം ഇവിടെ ഒന്നും ഓപ്ഷൻ എയിൽ എന്തില്ല? CHOH ഉണ്ടോ? ഇല്ല. അതേപോലെ ഇത് C ഡബിൾ ബോണ്ട് O തന്നെയാണ്. ഇവിടെ എന്താണ്? CHOH ഉണ്ട്, പക്ഷേ ഈ ഡബിൾ ബോണ്ടിന് കൂടെ എന്ത് ചെയ്തിട്ടുണ്ട്? റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. NaBH4 റെഡ്യൂസ് ചെയ്യാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടി. ഓപ്ഷൻ ഡി നമുക്ക് സിംപ്ലി മാർക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത് നിങ്ങൾ നോക്കുക പോലും ചെയ്യേണ്ട ആവശ്യമില്ല. എന്നാലും നമുക്ക് നോക്കാം. കാര്യം മനസ്സിലായോ? ഓക്കെ, ഇവിടെ എന്താണ്? ഇവിടെ ഈ C ഡബിൾ ബോണ്ട് ഓനെ എന്ത് ചെയ്തിട്ടുണ്ട്? റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വോൾഫ് കിഷ്ണർ റിഡക്ഷനൊക്കെ ആണെങ്കിൽ പറ്റുമായിരുന്നു, പക്ഷേ ഇവിടെ NaBH4 ആണ്. ഇത് പറ്റത്തില്ല. ഇത് C ഡബിൾ ബോണ്ട് O അതേപോലെ തന്നെ ഉണ്ട്. അഗെയിൻ ഇവിടെ എന്താണ്? ഡബിൾ ബോണ്ടിനെ റെഡ്യൂസ് ചെയ്തിട്ടുണ്ട്, വിച്ച് ഇസ് നോട്ട് പോസിബിൾ. ഓക്കെ, ഇനി H+ കൊടുക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഓക്കെ, H+ ഇങ്ങോട്ടേക്ക് വരും. യെസ്, അപ്പോൾ എന്തായിരിക്കും? MEC ട്രിപ്പിൾ ബോണ്ട് C ത്രൈസ്, ഓക്കെ, CHOH2+ വരും. ഓക്കെ, പിന്നെ എന്തായിരിക്കും? CH ഡബിൾ ബോണ്ട് CH2. ഓക്കെ, ഇനി എന്തായിരിക്കും? വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. അത് ഞാൻ ഇവിടെ തന്നെ എഴുതിയേക്കാം. ഓക്കെ, അപ്പോൾ വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോകുന്നു. യെസ്, ഓക്കെ, വാട്ടർ എലിമിനേറ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ ഇവിടെ എന്തായിരിക്കും? യെസ്, പോസിറ്റീവ് ചാർജ് ആയിരിക്കും അല്ലേ. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇത് ഇങ്ങോട്ടേക്ക് വരുന്നു. ഓക്കെ, ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും? MEC ട്രിപ്പിൾ ബോണ്ട് C ത്രൈസ് CH ഡബിൾ ബോണ്ട് CH2+ എന്ന് വരും അല്ലേ. പിന്നീട് വാട്ടർ കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, H2O കൊടുക്കുകയാണെങ്കിൽ, ഓക്കെ, ജസ്റ്റ് ഒന്ന് വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. ഓക്കെ, നമുക്ക് എന്ത് വരും? യെസ്, MEC ട്രിപ്പിൾ ബോണ്ട് C ത്രൈസ് CH ഡബിൾ ബോണ്ട് CH2OH എന്നുള്ള രീതിയിൽ യെസ് നമ്മുടെ ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടും അല്ലേ. സെയിം അല്ലേ എഴുതിയിരിക്കുന്നത്. ഓക്കെ, ഇവിടെ CH2 ഉണ്ടാകത്തില്ല. ഓക്കെ, സോറി ഫോർ ദിസ്. ഓക്കെ, സെയിം കാര്യമാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. കണ്ടോ? MEC ട്രിപ്പിൾ ബോണ്ട് C3 CH ഡബിൾ ബോണ്ട് CH2COH. ഓക്കെ, അപ്പോൾ അങ്ങനെയും നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒരു കാര്യം ശ്രദ്ധിക്കുക. എന്താണ്? ഇതൊന്നും നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ ഓപ്ഷൻ ഡിയിലേക്ക് നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ഈ ഒരൊറ്റ കാര്യം അറിയാമെങ്കിൽ, ആൽഡിഹൈഡിനെയും കീറ്റോണിനെയും റെഡ്യൂസ് ചെയ്യുന്ന ഏജൻ്റാണ് ആര്? സോഡിയം ബോറോഹൈഡ്രേറ്റ് എന്ന് അറിയാമെങ്കിൽ നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് തന്നെ ആൻസറിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, ഓപ്ഷൻ ഡി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 40 റിലേ ഓക്സിഡേഷനുമായിട്ട് ഉള്ളൊരു ചോദ്യമാണ് അല്ലേ. അപ്പോൾ SeO2. അപ്പോൾ എന്താണ് ഇവിടെ? ആൽഫ മെത്തിലീൻ അല്ലേ, ആൽഫ മെത്തിലീൻ പൊസിഷനിലാണെങ്കിൽ ആൽഫ മെത്തിലീൻ കാർബണൈൽ കോമ്പൗണ്ടിലേക്ക് C ഡബിൾ ബോണ്ട് O ഇവിടെ എന്താണ്? ഈ ഒരു ആൽഫ പൊസിഷനിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു C ഡബിൾ ബോണ്ട് O അല്ലെങ്കിൽ ഓക്സിജൻ്റെ ഇൻസേർഷൻ നടക്കുന്നു. അപ്പോൾ ഇതേ കാര്യമാണ് ആൽഫ മെത്തിലീൻ. ഇവിടെയോ ഇതും ആൽഫയാണ്, ഇതും ആൽഫയാണ്, സെയിം പൊസിഷനാണ് അല്ലേ. ഇവിടെ എന്തായിരിക്കും? SeO2 കൊടുക്കുന്നു. യെസ്, നമുക്ക് ഓപ്ഷൻ ഡി കിട്ടുന്നു. ആൽഫ മെത്തിലീൻ കാർബണൈൽ കോമ്പൗണ്ട് അല്ലേ. യെസ്,
ആ മെത്തിലീൻ പൊസിഷനിൽ ഡബിൾ ബോണ്ട് ഓ ഇൻസേർട്ട് ചെയ്താൽ മതി, വേറെ ഒന്നുമില്ല. അതിൻ്റെ വേരിയസ് കണ്ടീഷൻസ് ആണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്നത്. ഈവൻ ഇതും ആൽഫയാണ്, ഇതും ആൽഫയാണ്. അപ്പോൾ ഇതാണ് മോർ ഇലക്ട്രോൺ റിച്ച് എന്നും ഇവിടെ ആയിരിക്കും ആൽഫ മെത്തിലീൻ പൊസിഷനിലായിരിക്കും നടക്കുക എന്നൊക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. പക്ഷേ അത്രയും കോംപ്ലിക്കേഷൻസിൽ ഒന്നും പോയിട്ടില്ല. ഡയറക്റ്റ്ലി ഏത് പൊസിഷനിൽ വേണമെങ്കിലും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കാർബോണൈൽ ഇൻസേർട്ട് ചെയ്യാം. ആൻഡ് യു വിൽ ഗെറ്റ് ഓപ്ഷൻ ഡി. 40 വളരെ എളുപ്പമുള്ള ക്വസ്റ്റൻ ആയിരുന്നു, റിലേ ഓക്സിഡേഷനുമായി റിലേറ്റഡ് ആയിട്ട്. Now, question number 41. A ketone was known to have one of its isomeric structure. അല്ലേ, ഇതൊക്കെ ഐസോമേഴ്സ് ആണ് തന്നിരിക്കുന്നത്. ഷോൺ ബിലോ ലാംഡ മാക്സ് എത്രയാണ് തന്നിരിക്കുന്നത്? യെസ്, നമ്മളോട് പറഞ്ഞിട്ടുണ്ട് ലാംഡ മാക്സ് എത്രയാണ്? 224 നാനോമീറ്റർ ആണ്. ഏതാണ് കറക്റ്റ് ആയിട്ടുള്ള സ്ട്രക്ചർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് എന്തറിയണം? വുഡ്വേർഡ് ഫിഷർ റൂൾ ഫോർ ഇനോൺസ് നമുക്ക് അറിഞ്ഞിരിക്കണം. ആ ഒരൊറ്റ കാര്യം മാത്രമാണ് അല്ലേ. അപ്പോൾ പാരൻറ്റ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് സൈക്ലോപെൻറ്റനോൺ ആണെങ്കിൽ എന്താണ്? യെസ്, 202 ആണെന്ന് നമുക്ക് ഈ വാല്യൂസ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്നുള്ളതാണ്. അപ്പോൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ്, അപ്പോൾ ഇവിടെ നോക്കിയേ ഏതാണ് ആൽഫ ബീറ്റ? ഇതാണ് ആൽഫ, ഇതാ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് സൈക്ലോപെൻറ്റനോൺ എത്രയാണ്? 202. ഓക്കെ, അപ്പോൾ 202 ഞാൻ എഴുതി. ഓക്കെ, ആൽഫയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ്, ബീറ്റയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആൽഫ ബീറ്റയുടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ്. ഓക്കെ, ഇവിടെ ഈച്ച് ആൽക്കൈൽ ഗ്രൂപ്പ് ഓർ റിംഗ് റെസിഡ്യൂ എന്താണ്? ആൽഫ ബീറ്റ. ആൽഫ എത്രയാണ് വാല്യൂ? 10. ബീറ്റ എത്രയാണ്? 12. ഓക്കെ, അപ്പോൾ അത് ആഡ് ചെയ്യാം. ഓക്കെ, ആൽഫയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ്, അതേപോലെ ബീറ്റയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ്. ആൽഫയുടെ വാല്യൂ എത്രയാണ്? 10. ബീറ്റ എത്രയാണ്? 12. ഓക്കെ, അപ്പോൾ ആഡ് ചെയ്തോളൂ. എന്തായിരിക്കും? 224 നാനോമീറ്റർ നമുക്ക് ആൻസർ കിട്ടും. ദാറ്റ്സ് ഇറ്റ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ആൽഫ ബീറ്റ ഇതാണ് കാര്യം. ഓക്കെ, എന്താണ്? പാരൻറ്റ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് സൈക്ലോപെൻറ്റനോൺ 202 ആണ്. ഓക്കെ, ഈച്ച് ആൽക്കൈൽ ഗ്രൂപ്പിൻ്റെ ഇൻക്രിമെൻ്റ് എത്രയാണ്? സോറി, ആൽഫയിലാണെങ്കിൽ 10 ആണ്, ബീറ്റയിലാണെങ്കിൽ 12 ആണ്. ഇനി ഗാമയിലാണെങ്കിൽ എത്രയായിരിക്കും? 18 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് ആഡ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? 224 നാനോമീറ്റർ. സോ ഓപ്ഷൻ എ ഈസ് ദി കറക്റ്റ് ആൻസർ. ഓക്കെ, യെസ്. ഇനി 42. An organic compound പറഞ്ഞിട്ടുണ്ടല്ലേ, C8H11N ഷോസ് ഫോളോയിങ് സ്പെക്ട്രൽ ഡാറ്റ. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ, ഇതാ നൈട്രജൻ ആണുള്ളത് അല്ലേ. C8H11N എന്നാണ് പറഞ്ഞിരിക്കുന്നത്, നൈട്രജൻ്റെ കോമ്പൗണ്ട് ആണല്ലേ. യെസ്, അപ്പോൾ ഇവിടെ നോക്കിയേ എന്താ പറഞ്ഞിരിക്കുന്നത്? IR ബാൻഡ് ഷോസ് ഷാർപ്പ് അറൗണ്ട് വോട്ട് 3400 നാനോമീറ്റർ. അപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, യെസ് 3400 എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? NH അവിടെ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായി. NH ആൻഡ് C8H11 എന്നൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കറിയാം അതെന്തായിരിക്കും? അരോമാറ്റിക് ആയിരിക്കും അല്ലേ. ആൻഡ് ഈ ഒരു കാര്യം നമുക്ക് NMR ഡാറ്റ വെച്ചിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രൂവ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്? NMR എ 5 പ്രോട്ടോൺ മൾട്ടിപ്ലൈറ്റ് അറ്റ് 6.5 to 7.5 എന്നും പറഞ്ഞിട്ടുണ്ട്. അതായത് ബെൻസീൻ റിംഗ് അല്ലേ, ബെൻസീൻ റിംഗ് 6.5 to 7.5 ആണ് പറഞ്ഞിരിക്കുന്നത്. ആൻഡ് ഈവൻ ഓപ്ഷനിൽ പോലും അനിലീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യം ഒരു റഫായിട്ടൊരു സ്ട്രക്ചർ വരയ്ക്കാം. ഓക്കെ, ഇതാ ഇങ്ങനെ അനിലീൻ എന്ന് പറയുന്നത് N. ഓക്കെ, ബാക്കിയുള്ളത് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആയിരിക്കും അല്ലേ. പിന്നീട് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഓഫ് കോഴ്സ് NH പ്രോട്ടോൺ ഉണ്ടെന്നും നമുക്കറിയാം. അപ്പോൾ ഒരു NH. ഓക്കെ, യെസ്. ഇനി പിന്നീട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതാ ഇവിടെ ഒരു ട്രിപ്ലറ്റ് ഉണ്ട്. എ ട്രിപ്ലറ്റ് എ ക്വാർട്ടറ്റ് പാറ്റേൺ അല്ലേ. ട്രിപ്ലറ്റും ഉണ്ട്, ക്വാർട്ടറ്റും ഉണ്ട്. അറ്റ് ഡെൽറ്റ 1.2ഉം 3.1ഉം ആണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആൻഡ് എ ഷാർപ്പ് സിംഗ്ലറ്റ് അറ്റ് 3.3. ഓക്കെ, അപ്പോൾ എന്തൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്? ട്രിപ്ലറ്റ് ഉണ്ട്, ഇതിങ്ങനെ മനസ്സിലാക്കിയാൽ മതി. ട്രിപ്ലറ്റ് ഉണ്ട്, അതേപോലെ എന്തുണ്ട്? ക്വാർട്ടറ്റ് ഉണ്ട്. ഓക്കെ, പിന്നെ ഒരു സിംഗ്ലറ്റ് ഉണ്ട്. ഓക്കെ, അതേപോലെ 5 പ്രോട്ടോൺ മൾട്ടിപ്ലറ്റും ഉണ്ട്. അപ്പോൾ ഇതിവിടെയായി അല്ലേ, 5 പ്രോട്ടോൺ മൾട്ടിപ്ലറ്റ്. ഓക്കെ, ഇനി NH എന്ന് പറയുന്നത് എന്താണ്? ഓക്കെ, NH പ്രോട്ടോണാണ് നമ്മുടെ ഈ സിംഗ്ലറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു പ്രോട്ടോൺ. ഓക്കെ, അതെത്രയാണ്? കെമിക്കൽ ഷിഫ്റ്റ് എത്രയാണ്? കെമിക്കൽ ഷിഫ്റ്റ് വാല്യൂ അറിഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതെന്താണ്? ഡെൽറ്റ 3.3 ആണ്. അപ്പോൾ ട്രിപ്ലറ്റ് കിട്ടണമെങ്കിൽ എന്തായിരിക്കണം? CH2 വേണം അല്ലേ. ക്വാർട്ടറ്റ് ആണെങ്കിൽ എന്തായിരിക്കും? CH3. അപ്പോൾ സിംപ്ലി നമുക്ക് CH2 CH3 എന്ന് എഴുതാം അല്ലേ. അപ്പോൾ ഇതെന്തായിരിക്കും? N-ഈത്തൈൽ. ഇതിൻ്റെ പേരെന്തായിരിക്കും? N-ഈത്തൈൽ അനിലീൻ എന്ന് നമുക്ക് പറയാൻ പറ്റും അല്ലേ. N-ഈത്തൈൽ അനിലീൻ. ദാറ്റ്സ് ഇറ്റ്. സിംപ്ലി നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും ഓപ്ഷൻ എ. ഓക്കെ, വലിയൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു. മേ ബി നിങ്ങൾ കണ്ടിട്ട് ഒരു പേടി തോന്നിയിട്ടുണ്ടാകും. പക്ഷേ
കാര്യങ്ങൾ അനലൈസ് ചെയ്യുകയാണെങ്കിൽ അല്ലേ, IR ബാൻഡ് 3400 ആണെന്ന് പറയുമ്പോൾ NH പ്രോട്ടോൺ ആണെന്ന് നമുക്ക് അറിയാൻ പറ്റും. NHൻ്റെ ഗ്രൂപ്പാണ്. അതേപോലെ ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, NMR ഡാറ്റയും കൂടെ നമ്മൾ നോക്കുകയാണെങ്കിൽ അരോമാറ്റിസിറ്റി അല്ലേ, ബെൻസീൻ റിംഗ് ആണെന്ന് അനിലീൻ ആണെന്ന് കണ്ടുപിടിച്ചാൽ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാകും. അതിനുശേഷം ട്രിപ്ലെറ്റും ക്വാർട്ടറ്റ് പാറ്റേണും ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സിംപ്ലി എന്ത് ചെയ്യാൻ പറ്റും, N-ethyl അനിലീൻ എന്ന് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓപ്ഷൻ എ. Now, question number 43. Predict the carbon 13 chemical shift എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആരുടേതാണ് ചോദിച്ചിരിക്കുന്നത്? Pent2E-ൻ്റെതാണ് അല്ലേ, Pent2E. അപ്പോൾ Pent2E-നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഡ്രോ ചെയ്യാം. ഓക്കെ, ഇതാണ് നമ്മുടെ Pent2E അല്ലേ. ദിസ് ഇസ് അപ്പോൾ Pent2E. നമ്മൾ നമ്പർ ചെയ്യുകയാണെങ്കിൽ 1 2 3 4 and 5. ഓക്കെ, എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ബേസ് വാല്യൂ ഓഫ് ആൽക്കിൻ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്. ബേസ് വാല്യൂ എന്ന് പറഞ്ഞിരിക്കുന്നത് ഡെൽറ്റ എത്രയാണ്, 123 ആണ്. ഓക്കെ, 123 എന്ന് പറഞ്ഞിട്ടുണ്ട്, 123 ppm. ഓക്കെ, എന്നിട്ട് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് കാർബൺ 2ൻ്റെതും അതേപോലെ കാർബൺ 3യുടെയും ഷിഫ്റ്റ് കണ്ടുപിടിക്കാനാണ്. ഓക്കെ, അപ്പോൾ ഇയാളുടെ ഷിഫ്റ്റാണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, കാർബൺ 2ഉം അതേപോലെ കാർബൺ 3യും. അപ്പോൾ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് എഫക്റ്റ് നമുക്ക് അറിഞ്ഞിരിക്കണം, അതാണ് നമുക്ക് അറിഞ്ഞിരിക്കേണ്ടത്. ഓക്കെ, സബ്സ്റ്റിറ്റ്യൂവൻ്റ് എഫക്റ്റ്. ഓക്കെ, ആൽഫ പൊസിഷനിലാണ് സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉള്ളതെങ്കിൽ ആൽഫ എഫക്റ്റ് നോക്കിക്കോളെ. ആൽഫ എഫക്റ്റിൽ നിങ്ങൾ എത്രയാണ് ഇൻക്രിമെൻ്റ് എടുക്കേണ്ടത്? 10.6 ppm. ഓക്കെ, ഇനി ബീറ്റ എഫക്റ്റ് ആണെങ്കിൽ എന്തെടുക്കണം നിങ്ങൾ? 7.2 ppm. ഓക്കെ, രണ്ടും എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഓക്കെ, ഇനി അഡ്ജസൻറ്റ് അതായത് ലെറ്റ്സ് സേ നമ്മൾ ഇതിൻ്റെതാണ് 3ൻ്റെതാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ ഇതാണ് നമ്മുടെ ആൽഫ. ശ്രദ്ധിക്കണേ, 3ൻ്റെത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഇതാണ് നമ്മുടെ ആൽഫ, ഇതാണ് ബീറ്റ. ഓക്കെ, പക്ഷേ നിങ്ങൾക്ക് ഇവിടെ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് കാണാൻ പറ്റും അല്ലേ. ഇതെന്താണ്? ഞാൻ ഇതിനെ ആൽഫ ഡാഷ് എന്ന് വിളിക്കുകയാണ്. അതായത് നൈബറിങ് ഡബിൾ ബോണ്ടിൻ്റെ അടുത്തുള്ള ഇത് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണോ? അല്ല, ഡബിൾ ബോണ്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബണിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ എന്ത് വിളിക്കുന്നു? ആൽഫ ഡാഷ് എഫക്റ്റ് എന്ന് വിളിക്കുന്നു. ആൽഫ ഡാഷ് എഫക്റ്റ് അതെത്രയാണ്? -7.9 ppm ആണെന്ന് ഞാൻ പറയുകയാണ്. ഓക്കെ, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാൽക്കുലേറ്റ് ചെയ്യാം. അപ്പോൾ ലെറ്റ്സ് സേ C2ൻ്റെത് കാൽക്കുലേറ്റ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. CH3 നോക്കിക്കോളൂ, CH. ഓക്കെ, ഇതാണ് Pent2E. ഓക്കെ, യെസ്. അപ്പോൾ നോക്കിക്കോളൂ, ഇതാണ് C2 അല്ലേ, ദിസ് ഇസ് C2. അപ്പോൾ ഒരു ആൽഫയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂവൻ്റ് ഉണ്ട് അല്ലേ. ബേസ് വാല്യൂ എത്രയാണ്? ബേസ് വാല്യൂ എന്ന് പറയുന്നത് ഡെൽറ്റ ഓഫ് C2 ആണ് ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ബേസ് വാല്യൂ എത്രയാണ്? 123. ഓക്കെ, 123 പ്ലസ് ഇതെത്രയാണ്? ആൽഫയാണ് പൊസിഷൻ. ആൽഫയാണെങ്കിൽ 10.6. ഓക്കെ, 10.6. ഇനി ഇതെന്താണ്? ആൽഫ ഡാഷ് ആണ് അല്ലേ. അതായത് ഇതിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് അല്ല, ഇത് അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഡബിൾ ബോണ്ടിൻ്റെ സബ്സ്റ്റിറ്റ്യൂവൻ്റ് ആണ്. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് ആൽഫ ഡാഷ് എന്നുള്ള രീതിയിൽ നമുക്ക് നോക്കാം. അതെത്രയാണ്? -7.9. ഓക്കെ, അപ്പോൾ ഇതെന്ത് വരുവാടാ? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് അറൗണ്ട് ഒരു എന്ത് വരും? ഇത് 10ഉം 8ഉം ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അപ്പോൾ ഇതെന്തായിരിക്കും? 2. അറൗണ്ട് ഒരു 125 എന്നുള്ള രീതിയിൽ വരും. അപ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി എന്ത് ചെയ്യാൻ പറ്റും? അപ്രോക്സിമേറ്റ്ലി 123 ppm എന്ന് തന്നെ നമുക്ക് പറയാം. ഓക്കെ, ഇനി ഡെൽറ്റ ഓഫ് C3 ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നതെങ്കിൽ ഓക്കെ, അപ്പോൾ ഇതേപോലെ CH3 നോക്കിക്കോളൂ, CH ഡബിൾ ബോണ്ട് CH CH2 CH3. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ C3. ഓക്കെ, ഇതാണ് C3. ഇത് ആൽഫ, ഇത് ബീറ്റ. ഇതെന്താണ്? ആൽഫ ഡാഷ്, ഇത് ആൽഫ ഡാഷ് അല്ലേ. അപ്പോൾ നോക്കിയേ, 123 ബേസ് വാല്യൂ ആണ്. ആൽഫയിൽ എത്രയായിരുന്നു ഇൻക്രിമെൻറ്റ്? 10.6. ഓക്കെ, പ്ലസ് ബീറ്റയിൽ എത്ര ഇൻക്രിമെൻറ്റ്? 7.2. ഓക്കെ, മൈനസ് ആൽഫ ഡാഷിൽ എത്രയാണ്? 7.9. ഓക്കെ, -7.9. ഓക്കെ, അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഇതൊന്ന് സോൾവ് ചെയ്യുകയാണെങ്കിൽ ഇതെന്തായിരിക്കും? നമുക്ക് ഓപ്ഷനിൽ തന്നെ നോക്കിയിട്ട് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇതെന്തായിരിക്കും നോക്കിയേ. ഓക്കെ, 7.2ഉം 7.9ഉം ഓൾമോസ്റ്റ് എന്തായിരിക്കും? ഇവിടെ -0.7 അല്ലേ, -0.7. അപ്പോൾ ഇതെന്തായിരിക്കും? ഇത് അറൗണ്ട് ഒരു 10 എന്നുള്ള രീതിയിൽ തന്നെ നമുക്ക് എടുക്കാം. അപ്പോൾ എന്തായിരിക്കും? 123 + 10 എന്ത് വരും? 133 ppm എന്നുള്ള രീതിയിൽ നമുക്ക് വരും. നമ്മുടെ ഓപ്ഷനിൽ എന്താണുള്ളത്? 132 ഉണ്ട് അല്ലേ. 132. അപ്പോൾ അപ്രോക്സിമേറ്റ്ലി നമുക്ക് എന്ത് ചെയ്യാം?
ഇതിനെ 132 ppm എന്നുള്ളത് രീതിയിൽ നമുക്ക് എഴുതാം. ഓക്കെ, അപ്പോൾ C2 എത്രയാണ്? 123. C2 123 ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? യെസ്, 123. ഓപ്ഷൻ എ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, ഇതും എലിമിനേറ്റ് ചെയ്യാം, ഇതും എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ തന്നെ നമുക്ക് ആൻസർ കിട്ടിയല്ലേ. C3 എത്രയാണ്? 132 നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും ഇവിടെ? ഓപ്ഷൻ ബി കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആയിട്ട് വരും. ഓൺലി നമുക്ക് ഈ ഒരു ഇൻക്രിമെൻ്റ് വാല്യൂസ് നമുക്ക് അറിഞ്ഞിരിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഈ ഒരു ചോദ്യം കൂടെ ക്ലിയർ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി ക്വസ്റ്റ്യൻ നമ്പർ 44 ആണ് നമുക്ക് ഡിസ്കസ് ചെയ്യേണ്ടത് അല്ലേ. അപ്പോൾ ഇതെന്താ പറഞ്ഞിരിക്കുന്നത്? ഡിസ്ക്രൈബ് ദ സ്റ്റീരിയോ കെമിക്കൽ മോഡ് ഓഫ് ദി ഫോളോയിങ് ട്രാൻസ്ഫോർമേഷൻ. ഏറ്റവും ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ, പെരിസൈക്ലിക് റിയാക്ഷനിൽ നിന്നുള്ളത്. പെരിസൈക്ലിക് റിയാക്ഷനിൽ നിന്നുള്ള ചോദ്യം. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും, ഇത് റിംഗ് ഓപ്പണിംഗ് ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ. എല്ലാം റിംഗ് ഓപ്പണിംഗ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, അതിൽ വലിയ സംശയങ്ങളൊന്നുമില്ല. ആൻഡ് ഇതെന്താണ്? 4π ഇലക്ട്രോൺ സിസ്റ്റം ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലേ. 4π ഇലക്ട്രോൺ സിസ്റ്റം ആയിരുന്നു നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്താൽ മതി? യെസ്, പ്രൊഡക്റ്റിൻ്റെയും റിയാക്റ്റൻ്റെയും സ്റ്റീരിയോ കെമിസ്ട്രി ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ റിയാക്റ്റൻറ്റ് രണ്ടും എന്താണ്? വെഡ്ജാണ് അല്ലേ. ബോത്ത് ഫീനൈൽ ഗ്രൂപ്പ്സ് എന്താണ്? വെഡ്ജാണ്. സ്റ്റീരിയോ കെമിസ്ട്രി സിമിലർ ആണ് അല്ലേ. ഇതും വെഡ്ജാണ്, ഇതും വെഡ്ജാണ്. ഓക്കെ, സെയിം സൈഡാണ്. അപ്പോൾ ആൻഡ് പ്രൊഡക്റ്റ് എന്താണ്? പ്രൊഡക്റ്റ് നോക്കി, ഒന്ന് എബവ് ആയിട്ടുമുണ്ട്, യെസ്, ഒന്ന് ബിലോ ആയിട്ടുമുണ്ട് അല്ലേ. യെസ്, അപ്പോൾ എന്തിൻ്റെതാണ്? യെസ്, ഇത് കോൺട്രൊട്ടേഷൻ ആണ് അല്ലേ. കോൺട്രൊട്ടേഷൻ്റെ കാര്യമാണ്. കോൺട്രൊട്ടേഷൻ ആണെങ്കിലാണ് ഇങ്ങനെയുള്ള സ്റ്റീരിയോ കെമിസ്ട്രി നമുക്ക് കിട്ടുക. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ കോൺട്രൊട്ടേഷൻ ആണെങ്കിൽ നോക്കിക്കോളൂ, 4n π സിസ്റ്റത്തിൽ എപ്പോഴാണ് മക്കളെ കോൺട്രൊട്ടേഷൻ ഉണ്ടാകുക? യെസ്, തെർമൽ കണ്ടീഷനിലാണ് കോൺട്രൊട്ടേഷൻ ഉണ്ടാകുക അല്ലേ. യെസ്, ഓക്കെ, 4n π സിസ്റ്റത്തിൽ ഫോട്ടോ കെമിക്കൽ ആണെങ്കിൽ എന്തായിരിക്കും? ഡിസ്റൊട്ടേഷൻ ആയിരിക്കും അല്ലേ. ഡിസ്റൊട്ടേഷൻ. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? സിംപ്ലി നമുക്ക് പറയാൻ പറ്റും, റിംഗ് ഓപ്പണിംഗ് ആണ്, കോൺട്രൊട്ടേറ്ററി ആണ്, തെർമലി അലൗഡ് ആണ്. ഓപ്ഷൻ എ. ഓക്കെ, സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ. നൗ ഇൻ ദ ഫോളോയിങ് ഡൈസാൾട്ടർ റിയാക്ഷൻ ഐഡൻറ്റിഫൈ ദ പ്രൊഡക്റ്റ് ഫോംഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡൈസാൾട്ടർ റിയാക്ഷൻ നമ്മൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ഡൈൻ ഉണ്ടാകും, ഒരു ഡൈനോ ഫൈൽ ഉണ്ടാകും അല്ലേ. അതായത് ഡൈനെ ലവ് ചെയ്യുന്ന ആളാണ് നമ്മൾ ന്യൂക്ലിയോ ഫൈൽ എന്നൊക്കെ പറഞ്ഞതുപോലെ അല്ലേ. ഡൈനെ ലവ് ചെയ്യുന്ന ഒരാളാണ് ആര്? നമ്മളുടെ ഡൈനോ ഫൈൽ. അപ്പോൾ നിങ്ങൾക്കറിയാം, ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ്. അതേപോലെ ഇവിടെ എന്തായിരിക്കണം? ഡൈൻ എന്തായിരിക്കണം? യെസ്, നമ്മുടെ ഇലക്ട്രോൺ റിച്ച് ആയിരിക്കണം. ഡൈൻ എന്തായിരിക്കണം? യെസ്, ഡൈൻ ഇലക്ട്രോൺ റിച്ച് ആവുന്നതാണ് നമുക്ക് ഫേവറബിൾ അല്ലേ. അതേപോലെ ഡൈനോ ഫൈലിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് ഫേവറബിൾ ആയിരിക്കും അല്ലേ. കാരണം എന്തായിരിക്കും? ഡൈനെ ലവ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ ഈ രണ്ട് കൺസെപ്റ്റുകൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇവിടെ ഇയാളുണ്ട്, ഇയാളുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഇതിനെ ഒന്ന് വരയ്ക്കുകയാണ്. ഓക്കെ, ഞാൻ ഇങ്ങനെ ഒന്ന് വരയ്ക്കുകയാണ്. ഇതാണ് CN, ഇതാണ് എൻ്റെ ഡൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആണല്ലോ. യെസ്, എൻ്റെ ഡൈൻ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, എൻ്റെ ഡൈനോ ഫൈൽ എന്ന് പറയുന്നത് എന്താണ്? COOCH3 ആണ്. ഓക്കെ, ഇതെന്താണ്? ഇത് ബേസിക്കലി ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പാണ്. അഗെയിൻ ദിസ് ഈസ് ഓൾസോ ഇലക്ട്രോൺ വിഡ്രോയിങ് ഗ്രൂപ്പ് വിച്ച് ഇസ് നോട്ട് ഫേവറബിൾ അല്ലേ. ഡൈൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോൺ റിച്ച് ആയിരിക്കുന്ന ആൾ പോയിട്ട് അറ്റാക്ക് ചെയ്യുന്നതാണ് അല്ലേ. അപ്പോൾ ഇയാൾ അറ്റാക്ക് ചെയ്യോ, ഇയാൾ അറ്റാക്ക് ചെയ്യോ? ഓക്കെ, ഞാൻ പറയും ഇയാൾ പോയിട്ട് ഇവിടെ അറ്റാക്ക് ചെയ്യുന്നതായിരിക്കും നല്ലത് അല്ലേ. ഇത് ഇങ്ങനെ വരും. ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? യെസ്, ഐ വിൽ ഗെറ്റ് സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇവിടെ CN ഉണ്ടാകും. ഓക്കെ, എൻ്റെ ഈ പാരാ പൊസിഷൻ പോലെയുള്ള ഈ പൊസിഷനിൽ എന്തുണ്ടാകും? COOCH3 ഉണ്ടാകും. COOCH3. ഓക്കെ, യെസ്. ആൻഡ് ഇനി ഇതേ കാര്യം ഇത് നോക്കിക്കോളൂ. ഇയാൾ പോയിട്ട് ഓക്കെ ഇവിടെയാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിലോ, അതായത് ഈ ഒരു പൊസിഷനിലാണ് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യെസ്, മേജറും മൈനറുമാണ് ഞാൻ ഡിസ്കസ് ചെയ്യുന്നത്. ഇതെന്തായിരിക്കും? ഇത് മേജർ ആയിരിക്കും. ഓക്കെ, ഗിഫ്റ്റ്സ് നമുക്ക് എന്ത് കിട്ടും? യെസ്, നമുക്ക് ഇങ്ങനെ CN ഇവിടെ വരും ആൻഡ് വി ഹാവ് COOCH3. ഓക്കെ, യെസ്, ഇങ്ങനെ പാരാ പൊസിഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 84ഉം ഇതെന്താണ് 16ഉമായിട്ടും കാണാൻ പറ്റും. പക്ഷേ ഫങ്ഷണൽ ഗ്രൂപ്പ് എന്തായിട്ടുണ്ട്? ചെറുതായിട്ടൊന്ന് മാറിയതായിട്ട് കാണുന്നുണ്ട്. പക്ഷേ അങ്ങനെ ഫങ്ഷണൽ ഗ്രൂപ്പ് ചേഞ്ച് ചെയ്യാനുള്ള റിയാക്റ്റൻ്റ് ഒന്നും ഇവിടെ കാണുന്നില്ല. ഓക്കെ, എനിവേ ഇതാണ് ഡൈസാൾട്ടർ റിയാക്ഷൻ്റെ മെയിൻലി നമ്മുടെ കോൺസെപ്റ്റ് ബേസ്ഡ്.
ഓക്കെ, നമുക്ക് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും. ഫങ്ഷണൽ ഗ്രൂപ്പ് ഇനി ചേഞ്ച് ആയാൽ തന്നെ കുഴപ്പമില്ല, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ എ എന്ന് നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റും അല്ലേ. ഇതാണ് നമ്മുടെ ഓപ്ഷൻ എ. ഓക്കെ, 45A. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റുകളാണ്. ഓക്കെ, ആരാണ് പോയിട്ട് എവിടെ അറ്റാക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കിയാൽ മാത്രം മതി. 45A. Now 46. An example of acyclic monoterpenoid എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മൾ പറഞ്ഞിരിക്കുന്നതാണ് അല്ലേ, മോണോടെർപ്പീൻ. ഓക്കെ, മെസീനൊക്കെ അസൈക്ലിക് ആണെന്നൊക്കെ നമ്മൾ കൃത്യമായിട്ട് ക്വിറ്റർക്വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എല്ലാം തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. പക്ഷേ ചോദിച്ചത് വളരെ സിമ്പിളായിട്ടുള്ള മെസീനായിരുന്നു. മോണോടെർപ്പിനോഡ് ഏതെന്നുള്ളതായിരുന്നു അല്ലേ. ഓപ്ഷൻ സി. 47. Which of the following is not a character of amylose? അമൈലോസും അമൈലോപെക്റ്റിനും സ്റ്റാർച്ചിൻ്റെ കമ്പോണൻസ് ആണ് അല്ലേ. അപ്പോൾ എന്താണ്, ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ആൽഫ ഡി ഗ്ലൂക്കോപൈറനോസ് എന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ് ഉള്ളത് അല്ലേ. യെസ്, ഇറ്റ് ഈസ് എ ലീനിയർ പോളിമർ. C1C4 ആണെങ്കിൽ ലീനിയർ ആയിരിക്കും. C1C4ഉം C1C6ഉം ആണെങ്കിൽ ഇവിടെ എന്തുണ്ടാകും, ബ്രാഞ്ച് ഉണ്ടാകുമെന്നും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ഇറ്റ് ഹാസ് 1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. എഗെയിൻ സെയിം ആണ് അല്ലേ. പിന്നെന്താ പറഞ്ഞിരിക്കുന്നത്, ഇറ്റ് ഇസ് എ റെഡ്യൂസിങ് കാർബോഹൈഡ്രേറ്റ് ആണോ, അല്ല, ഇറ്റ് ഇസ് എ നോൺ റെഡ്യൂസിങ് ആണല്ലേ. യെസ്, അപ്പോൾ നോട്ട് എ ക്യാരക്ടറിസ്റ്റിക് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും, ഓപ്ഷൻ ഡി. ഓക്കെ, 48. വിച്ച് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് കറക്റ്റ് ഫോർ ദി ഫോളോയിങ് ഫോട്ടോകെമിക്കൽ റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് നോർബോർണീൻ ആണ് അല്ലേ. ഇവിടെ തന്നിരിക്കുന്നത് നോർബോർണീൻ ആണ്. അപ്പോൾ അത് മനസ്സിലാക്കാം. ഓക്കെ, ദിസ് ഈസ് യുവർ നോർബോർണീൻ. ഓക്കെ, അപ്പോൾ ഇവരുടെ ട്രിപ്ലറ്റ് സ്റ്റേറ്റിൻ്റെ എനർജിയാണ് ചോദിച്ചിരിക്കുന്നത്, ട്രിപ്ലറ്റ് സ്റ്റേറ്റിൻ്റെ എനർജി. അപ്പോൾ ഇത് കമ്പയർ ചെയ്യാനാണ് ക്വസ്റ്റ്യൻസ്. ഇതറിയാമെങ്കിൽ തന്നെ നിങ്ങൾക്ക് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റും. നമുക്ക് തന്നിരിക്കുന്നത് അസറ്റോഫിനോണും അതേപോലെ ബെൻസോഫിനോണുമാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഒന്ന് നോക്കുക. ട്രിപ്ലറ്റ് എനർജി ഓഫ് നോർബോർണീൻ ലൈസ് ബിലോ ദാറ്റ് ഓഫ് അസറ്റോഫിനോൺ. ഓക്കെ, അപ്പോൾ അസറ്റോഫിനോൺ. ഓക്കെ, ട്രിപ്ലറ്റ് എനർജി ഇതെന്താണ്, കറക്റ്റാണ് അല്ലേ. ട്രിപ്ലറ്റ് എനർജി ഓഫ് നോർബോർണീൻ ഈസ് ലെസ് ദാൻ വോട്ട് അസറ്റോഫിനോൺ എന്ന് നമുക്കറിയാം. ഇനി ബെൻസോഫിനോണിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇതെന്തായിരിക്കും, യെസ്, ഓക്കെ, ഗ്രേറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രണ്ട് സ്റ്റേറ്റ്മെൻറ്റ് നോക്കിയാൽ നിങ്ങൾ ഇതാ, ട്രിപ്ലറ്റ് എനർജി ഓഫ് നോർബോർണീൻ ലൈസ് എബോവ് ഓഫ് അസറ്റോഫിനോൺ, അതെന്താണ്, തെറ്റാണ്. ഇനി ട്രിപ്ലറ്റ് എനർജി ഓഫ് നോർബോർണീൻ ലൈസ് എബോവ് ബെൻസോഫിനോൺ, അതും എന്താണ്, കറക്റ്റാണ്. ഓപ്ഷൻ സിയും കറക്റ്റാണ്. അപ്പോൾ 1ഉം സിയും എന്താണ്, കറക്റ്റാണ്. 1ഉം 3ഉം എന്ന് നമുക്ക് പറയാം അല്ലേ. അപ്പോൾ 2 റോങ് ആണ്. അപ്പോൾ യെസ്, അപ്പോൾ എന്തായിരിക്കും, ഇത് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, 3 and 5 എന്തായിരിക്കും, 1 എന്തായാലും കറക്റ്റാണ്, അതേപോലെ 3ഉം കറക്റ്റാണ്. അപ്പോൾ 2 ഓൾ അബോവ് തെറ്റാണ് അല്ലേ. അപ്പോൾ 1ഉം 3ഉം എന്ത് കറക്റ്റാണെന്ന് കണ്ടുപിടിച്ചാൽ തന്നെ നമുക്ക് ഓപ്ഷൻ മാർക്ക് ചെയ്യാൻ പറ്റും. പിന്നെ എന്താണ്, ട്രിപ്ലറ്റ് എനർജി ട്രാൻസ്ഫർ ഫ്രം അസറ്റോഫിനോൺ ടു നോർബോർണീൻ കോസസ് ഡൈമർ ഫോർമേഷൻ. അതായത് ഓക്കെ, ഇവിടെ നിന്ന് എന്ത് ചെയ്യും, ഇങ്ങോട്ടേക്ക് ട്രിപ്ലറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, നോർബോർണീൻ ഡൈമർ ഫോം ചെയ്യുന്നത്. പക്ഷേ നോർബോർണീൻ എന്ത് ചെയ്യുന്നില്ല, ബെൻസോഫിനോണിലേക്ക്, ശ്രദ്ധിക്കണം, ഇതെന്താണ്, എബോവ് ആണ്. എന്നിരുന്നാൽ പോലും ഇത് ഇങ്ങോട്ട് ട്രിപ്ലറ്റ് എനർജി ട്രാൻസ്ഫർ ചെയ്തിട്ടല്ല നമ്മുടെ ഓക്സിറ്റൈൻ്റെ ഫോർമേഷൻ നടക്കുന്നത്. ഓക്കെ, ആ ഒരു കാര്യം നമുക്ക് അറിഞ്ഞിരിക്കണം. ഫോട്ടോകെമിക്കൽ റിയാക്ഷൻസ് ആണ് അല്ലേ. യെസ്, അതായത് 4 എന്താണ്, ട്രിപ്ലറ്റ് എനർജി ട്രാൻസ്ഫർ ഫ്രം അസറ്റോഫിനോൺ ടു നോർബോർണീൻ കോസസ് ഡൈമർ ഫോർമേഷൻ. അപ്പോൾ 1, 3, 4 കറക്റ്റ് ആയിരിക്കും. ട്രിപ്ലറ്റ് എനർജി ട്രാൻസ്ഫർ ഫ്രം നോർബോർണീൻ ടു ബെൻസോഫിനോൺ കോസസ് ഓക്സിറ്റൈൻ ഫോർമേഷൻ, അതെന്താണ്, റോങ് ആണ്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ സി നമുക്ക് കറക്റ്റായിട്ട് കിട്ടും, 48C. ഇനി ഗിബ്സ് ഡുഹം ഇക്വേഷനുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. അപ്പോൾ ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്, ഗിബ്സ് ഡുഹം റിലേഷൻ ഹെൽപ്സ് ടു കമ്പ്യൂട്ട് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ, ഏതൊക്കെ റിലേഷൻഷിപ്പ്, ആരൊക്കെ, ടെമ്പറേച്ചർ, പ്രഷർ, കെമിക്കൽ പൊട്ടൻഷ്യൽ, ആസ് എ സിസ്റ്റം ഇൻ വിച്ച് റിമെയിൻസ് ഇൻ ഇക്വിലിബ്രിയം. ഇക്വിലിബ്രിയത്തിലായിരിക്കണം അല്ലേ. യെസ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓപ്ഷൻ എ എന്താണ്, കറക്റ്റാണ്. The Gibbs free energy can be defined as a sum of chemical potential and amount of species. Gibbs free energy എങ്ങനെ കണ്ടുപിടിക്കാം, സിഗ്മ Ni mu I അല്ലേ. Ni എന്ന് പറഞ്ഞാൽ amount of substance, mu എന്ന് പറഞ്ഞാൽ എന്താണ്, യെസ്, chemical potential. C. Gibbs-Duhem equation is used to calculate partial molar quantity of a binary mixture by measuring composition of mixture which depends on the
ടോട്ടൽ മോളാർ ക്വാണ്ടിറ്റി മക്കളെ ഡെഫിനിഷനാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, ബൈനറി ലിക്വിഡ് മിക്സ്ചർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മോൾ ഫ്രാക്ഷൻ ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. വേപ്പർ മിക്സ്ചർ ഈസ് റിഗാർഡഡ് ആസ് ഐഡിയൽ ഗ്യാസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഇവരുടെ ഡെഫിനിഷനാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. യെസ്, സി കറക്റ്റാണ്. പിന്നെ ഗിബ്സ് ഡുഹം ഇക്വേഷൻ ഇസ് എ റിലേഷൻ ബിറ്റ്വീൻ ടു കമ്പണൻറ്റ്സ് ഓഫ് എ ലിക്വിഡ് വിത്ത് വേപ്പർ മിക്സ്ചർ ഈസ് റിഗാർഡഡ് ആസ് ആൻ ഐഡിയൽ ഗ്യാസ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ടേംസ് ഒക്കെ എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഡെഫിനേഷനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സി ഡി എല്ലാം എന്താണ് കറക്റ്റാണ്. ഡി ഓൾ ആർ കറക്റ്റ്. ഓക്കെ, 49 ഡി. 50. If NaCl is doped with 1 × 10⁻⁻⁴ mole of Ba2+, then the number of cation vacancy എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. Na+Cl- ലെറ്റ്സ് ഇങ്ങനെയാണെന്ന് വിചാരിക്കാം. സിമ്പിളായിട്ട് ഞാൻ പറയുകയാണ് കേട്ടോ. ലെറ്റ്സ് Na+Cl- Na+Cl- എന്നൊക്കെയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നമുക്ക് എന്ത് ചെയ്യണം, ടോപ്പിംഗ് നടത്തുമ്പോൾ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം അല്ലേ. വി ഹാവ് ടു മെയിൻറ്റെയിൻ വാട്ട്, ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി. അപ്പോൾ നിങ്ങൾ പറയും നമ്മൾ എന്തുകൊണ്ടാണ് ഡോപ്പ് ചെയ്യുന്നത്, Ba2+ കൊണ്ടാണ് അല്ലേ. അപ്പോൾ 2 Na+നെ ആര് റീപ്ലേസ് ചെയ്യും, ഈ 2 Na+. ഓക്കെ, ഇവിടെ വേക്കൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആര് വരും, യെസ് ഒരു ഈ സൈറ്റിലേക്ക് ആര് വരും, Ba2+ വരും. ഓക്കെ, Ba2+ വരുമ്പോൾ ഇത് 2 പോസിറ്റീവാണ്. അപ്പോൾ 2 Na+നെ എന്ത് ചെയ്യണം, റിമൂവ് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഈ ഒരു Na+ൻ്റെ വേക്കൻസിയിലേക്ക് ആര് വരും, Ba2+. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യൂ. ഓക്കെ, അപ്പോൾ എന്തായി, ഒരു Ba2+ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരു വേക്കൻസി ക്രിയേറ്റ് ചെയ്തു അല്ലേ, ഒരു കാറ്റയോൺ വേക്കൻസി ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ അതേപോലെ ഇവിടെയും ഓക്കെ 2 Na+നെ റിമൂവ് ചെയ്തു. അപ്പോൾ ഇവിടെ ഒരു Ba2+ വരും എഗെയിൻ. ഓക്കെ, ഇവിടെ എന്ത് വരും, യെസ് ഒരു Ba2+ വന്നപ്പോൾ ഒരു കാറ്റയോൺ വേക്കൻസി, 2 Ba2+ വരുന്നപ്പോൾ എന്തായിരിക്കും, ഒരു കാറ്റയോൺ വേക്കൻസി, അതായത് സെക്കൻഡ് കാറ്റയോൺ വേക്കൻസി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ 1 × 10⁻⁴ മോൾസ് ആകുമ്പോൾ അല്ലേ, ഒന്ന് ആലോചിച്ച് നോക്കണം, സിമ്പിളായിട്ടാണ് അല്ലേ. അതായത് ഒരു Ba2+ വരുമ്പോൾ ഒരു കാറ്റയോൺ വേക്കൻസി, അപ്പോൾ 1 × 10⁻⁴ മോൾസ് ആകുമ്പോൾ എന്തായിരിക്കും, യെസ് സിംപ്ലി നമുക്ക് എന്ത് കിട്ടും, ഓപ്ഷൻ ബി 1 × 10⁻⁴ കാറ്റയോൺ വേക്കൻസി പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടാകും. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ് അല്ലേ, ഓപ്ഷൻ ബി. 51. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഓർ ആർ ട്രൂ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഇത് ഓപ്ഷൻ എലിമിനേഷൻ വഴി നമുക്ക് പറയാൻ പറ്റും. ദ യൂണിറ്റ് ഓഫ് ഫുഗാസിറ്റി ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് വോട്ട് ടെമ്പറേച്ചർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഫുഗാസിറ്റിയെ നമ്മൾ എങ്ങനെയായിരുന്നു, 5P എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പി എന്താണ് മക്കളെ, പ്രഷർ. ഫുഗാസിറ്റി പ്രഷർ എക്സൈറ്റഡ് ബൈ എ റിയൽ ഗ്യാസ് അല്ലേ. അപ്പോൾ ഇതെന്താണടാ, പ്രഷറാണ് അല്ലേ. യെസ്, സെയിം ദാറ്റ് ഓഫ് ടെമ്പറേച്ചർ ആണോ, അല്ല. ഓപ്ഷൻ എ എന്താണ്, ഫോൾസ് ആണ്. അപ്പോൾ ഓൾ ആർ കറക്റ്റ് തെറ്റാണ് അല്ലേ. ABC എ ഉണ്ട്, അതും തെറ്റായി. പിന്നെ CDA ഇതും തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, യെസ് ഓപ്ഷൻ എലിമിനേഷൻ വഴി ഈ ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റും. ഓക്കെ, 51C. 52. Again, Sackur-Tetrode equation expresses the entropy of a monoatomic ideal gas in its thermodynamic state. അപ്പോൾ ഇതാ ഓപ്ഷൻ സി മോണോഅറ്റോമിക് ഐഡിയൽ ഗ്യാസസ്. ഓക്കെ, നമ്മുടെ എക്സാം സീരീസിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെയാണ് അല്ലേ Sackur-Tetrode ഇക്വേഷൻ. ഓപ്ഷൻ എ എന്താണ്, കറക്റ്റാണ്. ഇനി ദ റേഷ്യോ ഓഫ് സ്പെസിഫിക് ഹീറ്റ്സ് അല്ലേ, Cp/Cv ഒക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ് കോൾഡ് അഡിയബാറ്റിക് ഇൻഡെക്സ് വിച്ച് ഈസ് കോൾഡ് വോട്ട്, Cp/Cv is called what, gamma. Okay, and this is the ratio of specific heat is for 5/3 for monoatomic and 7/5 for diatomic. അത് നമ്മളിതാ ഇവിടെ അതേപോലെ ഗാമ എത്രയാണ്, മോണോഅറ്റോമിക്കിന് 5/3 ആണ്, ഡയറ്റോമിക്കിന് എത്രയാണ്, 7/5 ആണ്. ഇതൊക്കെ നമ്മൾ ഡെറൈവ് ചെയ്തെടുത്ത കാര്യങ്ങളാണ് അല്ലേ. Cp/Cv ഒക്കെ നമ്മൾ എന്ത് ചെയ്തതാണ്, ഡെറൈവ് ചെയ്തെടുത്തതാണ്. ഓപ്ഷൻ ബി എന്താണ്, കറക്റ്റാണ്. ഓക്കെ, ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദ റേഷ്യോ സ്പെസിഫിക് ഹീറ്റ്സ് കോൾഡ് ഐസോതെർമൽ ഇൻഡെക്സ്, അതെന്താണ്, തെറ്റാണ് അല്ലേ, അഡയബാറ്റിക് ഇൻഡെക്സ് ആണ്. ഓക്കെ, അപ്പോൾ എ ബി കറക്റ്റാണ്, സി റോങ് ആണ്. ഇനി ഇൻറ്റഗ്രേറ്റഡ് വാൻ ഹോഫ് ഇക്വേഷൻ എന്താണടാ, അപ്പോൾ ഇൻറ്റഗ്രേറ്റിംഗ് വാൻ ഹോഫ് ഇക്വേഷൻ log K2/K1 is equal to delta H by 2.303 R into 1/T1 minus 1/T2. ഓക്കെ, യെസ്. അപ്പോൾ ഇൻറ്റഗ്രേറ്റഡ് വാൻ ഹോഫ് ഇക്വേഷൻ കുഡ് ബി എഫക്റ്റീവ് ഇൻ കാൽക്കുലേറ്റിംഗ് ഇക്വിലിബ്രിയം കോൺസ്റ്റൻറ്റ്. അപ്പോൾ ഇതെന്താണ്, ഇക്വിലിബ്രിയം കോൺസ്റ്റൻസ് ആണ് അല്ലേ, ഓവർ എ
ടെമ്പറേച്ചർ റേഞ്ച്, ആരും കൂടെ ഉണ്ട്, എൻതാൽപ്പി. അപ്പോൾ equilibrium constant at absolute temperature assuming a constant standard enthalpy change over a temperature range അതൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ ABD അല്ലേ കറക്റ്റ് ആയിരിക്കും. ഓപ്ഷൻ സി ഇസ് ദി കറക്റ്റ് ആൻസർ. 52C സിമ്പിളായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണ്, പക്ഷേ എളുപ്പമുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. യെസ്. ഇനി 53 ദ വാല്യൂസ് ഓഫ് ഡെൽറ്റ എച്ച് ആൻഡ് ഡെൽറ്റ എസ് കൊടുത്തിട്ടുണ്ട് അല്ലേ. at a particular temperature -40 and what +135. The reaction is നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇതാ ഇവിടെയൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് കണ്ടീഷൻസ് ഓഫ് സ്പോണ്ടേനിറ്റി അല്ലേ. ഡെൽറ്റ എച്ച് നെഗറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ് ആകുമ്പോൾ എപ്പോഴും എന്തായിരിക്കും, ഓൾവേസ് സ്പോണ്ടേനിയസ് ആയിരിക്കും. അത് സിമ്പിളാണ് അല്ലേ. ഡെൽറ്റ ജി ഇസ് ഈക്വൽ ടു ഡെൽറ്റ എച്ച് മൈനസ് ടി ഡെൽറ്റ എസ് ആണ്. അപ്പോൾ ഇതെന്താണ്, ഇത് നെഗറ്റീവ് മൈനസ് ടെമ്പറേച്ചർ പോസിറ്റീവ്, ഡെൽറ്റ എസ് പോസിറ്റീവ്, വിച്ച് മീൻസ് പോസിറ്റീവ് അല്ലേ. നെഗറ്റീവ് മൈനസ് പോസിറ്റീവ് എന്തായിരിക്കും, എപ്പോഴും എന്തായിരിക്കും, ഓൾവേസ് സ്പോണ്ടേനിയസ് ആയിരിക്കും. ആൻഡ് ഇതെന്താണ്, -40 കിലോ ജൂൾ ആണ്, വിച്ച് മീൻസ് എക്സോതെർമിക് അല്ലേ. സ്പോണ്ടേനിയസ് ആൻഡ് എക്സോതെർമിക്. ഓപ്ഷൻ എ ഇസ് ദി കറക്റ്റ് ആൻസർ. നൗ ക്വസ്റ്റ്യൻ നമ്പർ 54 വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ആർ കറക്റ്റ് ഇൻ പോളറോഗ്രാഫിക് മെത്തേഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പോളറോഗ്രാഫിയെ പറ്റിയിട്ട് ഡിഫ്യൂഷൻ കറണ്ട് ആണെങ്കിലും ഒക്കെ നമ്മൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റിന് ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് മൈഗ്രേഷൻ കറണ്ട് കനോട്ട് ബി മെയ്ഡ് സീറോ ബൈ ആഡിങ് സപ്പോർട്ടിങ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്, വിച്ച് ഇസ് ആക്ച്വലി റോങ് അല്ലേ. ലാർജ് എമൗണ്ടിൽ സപ്പോർട്ടിങ് ഇലക്ട്രോലൈറ്റ് കൊടുക്കുകയാണെങ്കിൽ മൈഗ്രേഷൻ കറണ്ട് എന്ത് ചെയ്യാൻ പറ്റും, യെസ് മൈഗ്രേഷൻ കറണ്ട് സീറോ നെഗ്ലിജിബിൾ ആക്കാൻ നമുക്ക് പറ്റും. ഓക്കെ, അപ്പോൾ ഇത് കറക്റ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, പക്ഷേ ഇതെന്താണ്, റോങ് ആണ്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി മെയ്ഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനൊരു പ്രശ്നമുണ്ട്. മോറോവർ ദ ഡിഫ്യൂഷൻ കറണ്ട് ഡിപ്പെൻഡ്സ് ഓൺ ഡ്രോപ്പ് ടൈം ആൻഡ് ടെമ്പറേച്ചർ, ഇത് കറക്റ്റാണ്. അതേപോലെ ഇതും എന്താണ്, കറക്റ്റാണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ AD കറക്റ്റാണ്, C എന്താണ്, റോങ് ആണ്. അപ്പോൾ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. സോ ഈ ക്വസ്റ്റ്യൻ ഓൾറെഡി നമ്മുടെ സ്റ്റുഡൻസൊക്കെ ചലഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്യാനുള്ള ചാൻസ് ആണ് കേട്ടോ. യെസ്. നൗ ക്വസ്റ്റ്യൻ നമ്പർ 55 കൺസിഡർ എ സെക്കൻഡ് ഓർഡർ റിയാക്ഷൻ 2x ഗിവ്സ് വോട്ട് y. റേറ്റ് കോൺസ്റ്റൻറ്റ് എത്രയാണ്, K എന്ന് പറയുന്നത് എന്താണ്, K1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ആൻഡ് ലെറ്റ് ദ ഇനീഷ്യൽ കോൺസെൻട്രേഷൻ A0 എന്ന് പറയുന്നത് എന്താണ്, A0. ഓക്കെ, ആൻഡ് ഇഫ് ദ കോൺസെൻട്രേഷൻ അറ്റ് ടൈം T AT എന്ന് പറയുന്നത് എന്താണ്, B0 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ വാട്ട് വിൽ ബി ദ ലീനിയർ ഫംഗ്ഷൻ ഓഫ് ടൈം. ഓക്കെ, വാട്ട് വിൽ ബി ദ ലീനിയർ ഫംഗ്ഷൻ ഓഫ് ടൈം വിത്ത് സ്ലോപ്പ് K1 A0 എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ റേറ്റ് കോൺസ്റ്റൻറ്റ് കണ്ടുപിടിക്കാനുള്ള ഈ ഇക്വേഷൻ നിങ്ങൾ ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്യാം. ഓക്കെ, അതെന്താണ്, അതേപോലെ ഞാൻ എഴുതാം. K is equal to 1/T. ഓക്കെ, ഇൻറ്റു എന്താ പറഞ്ഞിരിക്കുന്നത്, ഇതാ 1/AT മൈനസ് 1/A0. AT മൈനസ് 1/A0. ഓക്കെ, റേറ്റ് കോൺസ്റ്റൻറ്റ് എത്രയാണ്, K1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, 1/T. ഓക്കെ, AT എത്രയാണ്, യെസ് ഓക്കെ B0 ആണ് അല്ലേ. AT എത്രയാണ്, B0. A0 എത്രയാണ്, യെസ് 1/A0. ഓക്കെ, അപ്പോൾ ഇതിനെ ഞാൻ ഇങ്ങോട്ടേക്ക് എടുക്കുകയാണ്. K1T ഇസ് ഈക്വൽ ടു എന്ത് ചെയ്യും, ഇതാ A0 മൈനസ് B0/B0 ഇൻറ്റു A0 എന്നുള്ള രീതിയിൽ എനിക്ക് എഴുതാൻ പറ്റും അല്ലേ. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇതാ ലീനിയർ ഫംഗ്ഷൻ ഓഫ് ടൈം വിത്ത് സ്ലോപ്പ് K1 A0 എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ, വിത്ത് സ്ലോപ്പ് K1 A0. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇതാ ഈ A0നെ ഇങ്ങോട്ടേക്ക് എടുക്കും അല്ലേ. ജസ്റ്റ് A0 K1T എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ യെസ് A0 K1T എന്നുള്ള രീതിയിൽ തന്നെ എഴുതാം. ഇസ് ഈക്വൽ ടു A0 മൈനസ് B0/B0 എന്നുള്ള രീതിയിൽ എനിക്ക് കിട്ടും അല്ലേ. A0 മൈനസ് B0/B0. പക്ഷേ അങ്ങനെ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റത്തില്ല. എനിക്ക് തോന്നുന്നു ക്വസ്റ്റ്യൻ കീയിൽ 55 തന്നിരിക്കുന്നത്, ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യട്ടെ. ഓപ്ഷൻ A ആണ് തന്നിരിക്കുന്നത്, പക്ഷേ ഇത് റോങ് ആണ് അല്ലേ. എന്താണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ, A0 മൈനസ് B0 എന്താണ്, യെസ് B0 ആണല്ലേ. യെസ്, ഇതിൻ്റെ ഇൻവേഴ്സ് ആണ് ആക്ച്വലി നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പോൾ ആൻസർ കീയിൽ ചെറിയൊരു തെറ്റിട്ട് 55 ഇതാണ് ഉത്തരം വരിക, ഇതിൻ്റെ ഇൻവേഴ്സ്. ഓക്കെ, യെസ്. ഇനി 56 അല്ലേ, ഫ്രെഡ്ലിഷ് ഐസോതേം കറക്റ്റ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഫെയിൽസ് അറ്റ് ഹൈ പ്രഷർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ കാണാൻ പറ്റും ബ്രേക്സ് ഡൗൺ അറ്റ് ഹൈ പ്രഷർ. ഓപ്ഷൻ എ എന്താണ്, കറക്റ്റാണ്. ഓക്കെ, ഇനി PESൻ്റെ ഗ്രാഫ് ഈസ് എ ഗ്രാഫ് ഫോട്ടോ ഇലക്ട്രോൺ കൗണ്ട് വേഴ്സസ് ബൈറ്റിംഗ് എനർജി.
അതെന്താണ് നിങ്ങളിവിടെ കാണാൻ പറ്റും. പി എസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്താണ് അയണൈസേഷൻ എനർജി എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? ബൈൻഡിങ് എനർജിയാണ് അല്ലേ? ബൈൻഡിങ് എനർജി. യെസ്, ഓപ്ഷൻ ബി എന്താണ്? കറക്റ്റാണ്. ഇനി AES is not useful when investing particle sizes smaller than 25 നാനോമീറ്റർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആക്ച്വലി അതെന്താണ്? തെറ്റാണ് അല്ലേ? സർഫസ് സ്പെസിഫിറ്റി എന്താണ്? കുറയും തോറും അത് നല്ലതായിരിക്കും അല്ലേ? 0.5 to 10 നാനോമീറ്റർ എന്നൊക്കെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? സ്മോളർ ദാൻ 25 ആണെങ്കിൽ നല്ലതല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്, വിച്ച് ഈസ് റോങ്. ഓക്കെ, ഇനി ഇത് BETയെ പറ്റിയാണ് അല്ലേ? BET അപ്ലൈസ് ടു സിസ്റ്റം മൾട്ടി ലെയർ അബ്സോർപ്ഷൻ. യെസ്, നമ്മളെപ്പോഴും പറയുന്നതാണ് അല്ലേ? മൾട്ടി ലെയർ അബ്സോർപ്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? BET ആണ് നമ്മൾ യൂസ് ചെയ്യുക. അല്ലെങ്കിൽ ഫ്രെഡ്ലിഷ് ഒക്കെ ആണെങ്കിൽ മോണോ ലെയർ ആണ് അല്ലേ? യെസ്, ദാറ്റ് യൂഷ്വലി യൂട്ടിലൈസ് എ ഗ്യാസ് ദാറ്റ് ഡു നോട്ട് റിയാക്ട് കെമിക്കലി വിത്ത് അഡ്സോർപ്റ്റീവ്. ഓക്കെ, അപ്പോൾ ഇനേർട്ടായിട്ടുള്ള ഗ്യാസ് ഒക്കെയാണ് അല്ലേ? വിച്ച് ഡസ് നോട്ട് റിയാക്ട്. അപ്പോൾ ഇതും എന്താണ്? കറക്റ്റാണ്. സോ ABD ആർ കറക്റ്റ്. ഓപ്ഷൻ സി. 56 എന്താണ്? സി. നൗ 57 എന്താണ്? മിക്കലസ് മെൻറ്റൻ ഇക്വേഷനെ വെച്ചിട്ടുള്ളതാണ് അല്ലേ? വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. ലൈൻ വീവർ ബർഗ് പ്ലോട്ടിൽ ഉള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഏതാണ് കറക്റ്റ് എന്നുള്ളതാണ്. എ പ്ലോട്ട് ഓഫ് 1/r വേഴ്സസ് 1/CS will be a linear with a slope r/km and 1/r. ഓക്കെ, ഈ r എന്ന് ഞാനിവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? V ആണ്. ഓക്കെ, അപ്പോൾ നോക്കി ഇതാ 1/r. ഈ വിക്ക് പകരം നിങ്ങൾ എന്ത് ചെയ്യുക? r കൊടുക്കുക. 1/r is equal to km/r ഇൻറ്റു കോൺസെൻട്രേഷൻ ആണ്, സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷൻ ആണ് C എന്ന് പറയുന്നത് അല്ലേ? പ്ലസ് 1/r. അപ്പോൾ ഇൻ്റർസെപ്റ്റ് എന്ത് തന്നെയാണ്? യെസ്, 1/r തന്നെയാണ് അല്ലേ? ഇൻ്റർസെപ്റ്റ് 1/r തന്നെയാണ്, അത് കറക്റ്റാണ്. പക്ഷേ സ്ലോപ്പ് എന്താണ് വരുന്നത്? km/r ആണല്ലേ? സ്ലോപ്പ് എന്താണ്? യെസ്, km/r. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? r/km ആണ്. ഓക്കെ, അപ്പോൾ ഇതെന്താണ്? തെറ്റാണ്. ഇനി ദ ഗ്രേറ്റർ ദ വാല്യൂ ഓഫ് km ദ മോർ സ്ട്രോങ്ലി എൻസൈം ബൈൻഡ്സ് വിത്ത് ദി സബ്സ്ട്രേറ്റ്, വിച്ച് ഈസ് ആക്ച്വലി റോങ് ആണല്ലേ? യെസ്, ഗ്രേറ്റർ വാല്യൂ ഓഫ് മിക്കലസ് മെൻറ്റൻ എന്ന് പറഞ്ഞാൽ ലെസ്സർ അഫിനിറ്റി ആണ്. ലെസ്സർ അഫിനിറ്റി ആണ്. ഓക്കെ, ലെസ്സർ അഫിനിറ്റി ടുവേർഡ്സ് ദി സബ്സ്ട്രേറ്റ്, ടു ബൈൻഡ് ദി സബ്സ്ട്രേറ്റ്. അപ്പോൾ അതെന്താണ്? തെറ്റാണ്. ഓക്കെ, യെസ്. ഇനി now option C, by knowing the km value of a particular enzyme substrate system, km value മാത്രം അറിഞ്ഞതുകൊണ്ട് one cannot predict whether the cell need more enzyme or more substrate concentration to speed up the enzymatic reaction. അപ്പോൾ kmഉം അതേപോലെ ആക്ച്വലി ഇത് മാത്രം പോരാ, സബ്സ്ട്രേറ്റും അതേപോലെ എൻസൈം കോൺസെൻട്രേഷനും ഒക്കെ വേണമെന്ന് തന്നെയാണ് അല്ലേ? അപ്പോൾ ഇവിടെ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതും ആക്ച്വലി കറക്റ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പോലെയാണ്. ഓക്കെ, ബൈ നോയിങ് എലോൺ ദ km വാല്യൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഇതിൻ്റെ കാര്യം പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. നമുക്ക് എൻസൈം കോൺസെൻട്രേഷനും അതേപോലെ സബ്സ്ട്രേറ്റ് കോൺസെൻട്രേഷനും വേണം. ബട്ട് കുറച്ചും കൂടെ നമ്മൾ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നതും ഓപ്ഷൻ ഡി തന്നെയാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ മിക്കലസ് കോൺസ്റ്റൻറ്റ് ഇസ് എ റിഫ്ലക്ഷൻ ഓഫ് അഫിനിറ്റി ഓഫ് എൻസൈം ഫോർ ഇസ് സബ്സ്ട്രേറ്റ് ആൻഡ് ഇസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് പോട്ട് പെർട്ടിക്കുലർ എൻസൈം സബ്സ്ട്രേറ്റ് സിസ്റ്റം. അതായത് ഒരു എൻസൈം സബ്സ്ട്രേറ്റ് സിസ്റ്റം ഉണ്ടെങ്കിൽ അല്ലേ, km എന്ന് പറയുന്നത് എന്താണ്? യെസ്, അവരുടെ ഒരു പെർട്ടിക്കുലാരിറ്റിയാണ് അല്ലേ? എന്താ പറയുക? റിഫ്ലക്ഷൻ ഓഫ് അഫിനിറ്റി ഓഫ് എൻസൈം ടുവേർഡ്സ് ഇസ് സബ്സ്ട്രേറ്റ്. അഫിനിറ്റി ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിന് അല്ലേ? ഒരു പെർട്ടിക്കുലർ സിസ്റ്റത്തിന് അഫിനിറ്റി ഓഫ് എൻസൈം ടുവേർഡ്സ് സബ്സ്ട്രേറ്റ്. അപ്പോൾ ഓപ്ഷൻ ഡി എന്തായിരിക്കും? എന്തായാലും കറക്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്ക് അങ്ങനെ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഏറ്റവും കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. അപ്പോൾ ഓപ്ഷൻ ഡി, 57 ഡി. നൗ 58ൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ദ സ്റ്റാൻഡേർഡ് ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ ഓഫ് എ സിൽവർ ക്ലോറൈഡ് ഇസ് 0.224 അല്ലേ? പക്ഷേ ഇതൊന്നും നമുക്ക് വാല്യൂസ് അങ്ങനെ അറിഞ്ഞിരിക്കണമെന്നില്ല. മേ ബി നിങ്ങൾക്ക് അറിയാതിരിക്കുക. ഇത് കറക്റ്റാണ്. ഓക്കെ, ഇനി ദ ഡിബേ-ഹക്കൽ ഓൺസാഗർ ഇക്വേഷൻ അല്ലേ? അപ്പോൾ അതെന്താണ്? λm is equal to λm0 minus b√c എന്ന് പറയുന്നത് അല്ലേ? ഡസ് നോട്ട് കൺസിഡർ ഇലക്ട്രോഫോററ്റിക് എഫക്റ്റ് ആൻഡ് അസിമെട്രിക് എഫക്റ്റ്. ഇതെന്താണ്? യെസ്, ഇറ്റ് ആക്ച്വലി കൺസിഡർ ദീസ് ടു എഫക്റ്റ്. അപ്പോൾ യെസ്, റോങ് ആയിട്ടുള്ളത് ഏത് തന്നെയാണ്? ബി ആണ്. ഓക്കെ, ഇറ്റ് ആക്ച്വലി കൺസിഡേഴ്സ് ഇറ്റ്. ഇനി ക്വസ്റ്റ്യൻ നമ്പർ 60, എ പാർട്ടിക്കിൾ ഇസ് കൺഫൈൻഡ് ടു മൂവ് ഇൻ എ 1-dimensional ബോക്സ് ഓഫ് ലെങ്ത് 2a. ലെങ്ത് എത്രയാണ്? 2a എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, v is equal to
0 ഇൻസൈഡ് ആൻഡ് ഇൻഫൈനൈറ്റ് ഔട്ട്സൈഡ്, അതൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് അല്ലേ. ദെൻ ദ ഫംഗ്ഷൻ കറസ്പോണ്ടിങ് ടു ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 2 ആയിരിക്കും അല്ലേ. ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ വൺ ഡയമെൻഷണൽ ബോക്സിൻ്റെ ഇക്വേഷൻ നമുക്കറിയാം അല്ലേ. എന്താണ്? √2/L സൈൻ n/x/L എന്നുള്ള രീതിയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈ വാല്യൂസ് ഇട്ട് കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. 2/L എത്രയാണ്? 2a സൈൻ n എത്രയാണ്? 2, ഫസ്റ്റ് എക്സൈറ്റഡ് സ്റ്റേറ്റ് ആണ്. πx/L എത്രയാണ്? L 2a ആണ്. അപ്പോൾ ഇതെന്ത് ചെയ്യുക? വെട്ടിപ്പോവുക. ഓക്കെ, അപ്പോൾ എന്ത് കിട്ടും നമുക്ക്? 1/√a സൈൻ πx/a എന്നുള്ള രീതിയിൽ ഓപ്ഷൻ എ, വളരെ സിമ്പിളായിട്ട് വൺ ഡയമെൻഷണൽ ബോക്സിൻ്റെ ഒരു പ്രോബ്ലം ആയിരുന്നു. ഓപ്ഷൻ എ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. Now question number 61, the total number of IR active vibration modes ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, ദിസ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. IR active vibration modes of pyridine ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ആക്ച്വലി CSIR നെറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു. 2012 ചോദിച്ചിരുന്ന ഒരു ക്വസ്റ്റ്യനാണ്. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സോൾവ് ചെയ്യുക എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, pyridine അല്ലേ. pyridine ആകുമ്പോൾ ഇങ്ങനെയാണ് വരിക അല്ലേ. ദിസ് ഇസ് യുവർ pyridine. ഓക്കെ, now here you have hydrogen, 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 hydrogen and hydrogen. ഓക്കെ, അപ്പോൾ ടോട്ടൽ എത്ര ആറ്റംസ് ഉണ്ടാകും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇതാ 6 ആറ്റംസ്, 5 കാർബണും 1 നൈട്രജനും, 6 പിന്നെ എന്തായിരിക്കും? 11. സോ ദർ ആർ ടോട്ടൽ ആറ്റംസ് എത്രയാണ്? ടോട്ടൽ ആറ്റംസ് എന്ന് പറയുന്നത് 11 ആണ്. ഓക്കെ, ടോട്ടൽ ആറ്റംസ് 11 ആണ്. ഇനി ഇത് ക്യാരക്ടർ ടേബിൾ വെച്ചിട്ട് ചെയ്യേണ്ട ഒരു ചോദ്യമാണ്. ക്യാരക്ടർ ടേബിൾ ഓക്കെ, മിക്കവാറും നിങ്ങൾ ചെയ്യാൻ ചാൻസ് കുറവാണ്. കാരണം കുറച്ച് ലെങ്തി ആയിട്ട് CSIRൽ 4 മാർക്കിന് ചോദിച്ചൊരു ചോദ്യമാണ്. ഓക്കെ, കുറച്ച് ലെങ്തിയാണ്, പക്ഷേ ഇത് സോൾവ് ചെയ്ത് എടുക്കാവുന്ന ക്വസ്റ്റ്യനാണ്. ഓക്കെ, നോക്കാം നമുക്ക് എങ്ങനെയാണെന്ന്. C2V എന്ന് പറയുമ്പോൾ നമുക്ക് ഏതൊക്കെയാണ് നോക്കിക്കോളൂ. നമുക്ക് റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷനൊക്കെ ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. ഓക്കെ, C2V എന്ന് പറയുമ്പോൾ E ഉണ്ട്, അതേപോലെ C2 ഉണ്ട്, σV ഉണ്ട്, അതേപോലെ σV' ഉണ്ട്. ഓക്കെ, എന്നിട്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? ഇതാ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് ആറ്റംസ് കണ്ടുപിടിക്കണം. ഓക്കെ, നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് ആറ്റംസ്. ഓക്കെ, അതേപോലെ തന്നെ കോൺട്രിബ്യൂഷൻ പെർ ആറ്റവും നമുക്ക് അറിഞ്ഞിരിക്കണം. കോൺട്രിബ്യൂഷൻ പെർ ആറ്റം നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കോൺട്രിബ്യൂഷൻ പെർ ആറ്റം. ഓക്കെ, എങ്ങനെയാണ്? യെസ്, ഈ വാല്യൂസ് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിച്ചു. 3 - 1 1 and 1. ഓക്കെ, ഇനി നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് ആറ്റംസ് എന്ന് പറയുമ്പോൾ ഈ ആകുമ്പോൾ ഐഡൻറ്റിറ്റി ആകുമ്പോൾ ഇത് എത്രയായിരിക്കും? 11 ആയിരിക്കും അല്ലേ. 11. ഇനി C2 ആകുമ്പോൾ നമുക്ക് എങ്ങനെയാണ് C2 ആക്സസ്? ഇങ്ങനെയാണ് അല്ലേ. അപ്പോൾ യെസ്, ഓക്കെ, C2 എന്ന് പറയുമ്പോൾ നൈട്രജൻ, കാർബൺ, ഹൈഡ്രജൻ എത്രയാണ്? നമ്പർ ഓഫ് അൺഷിഫ്റ്റഡ് ആറ്റം എത്ര വരും? യെസ്, 3 എന്ന് വരും. ഓക്കെ, σV എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്ലെയിൻ അല്ലേ. അപ്പോൾ എത്രയായിരിക്കും? 11 തന്നെയായിരിക്കും. σV' എന്ന് പറയുമ്പോൾ ഇങ്ങനെയുള്ള ഒരു പ്ലെയിൻ ആയിരിക്കും അല്ലേ. യെസ്, ഈ പ്ലെയിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോഴും എത്ര തന്നെയായിരിക്കും? 3. ഓക്കെ, ഇത് നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ അറിയാം. ഓക്കെ, എന്നിട്ട് നമ്മൾ റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ കണ്ടുപിടിക്കുകയാണെങ്കിൽ ജസ്റ്റ് ഞാൻ വീഡിയോ ഒന്ന് പോസ് ചെയ്യാം. എന്ത് ചെയ്യണം? നമ്മൾ എന്ത് ചെയ്യണം? യെസ്, നമുക്ക് ഇതിനെ മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. യെസ്, ഗാമ ടോട്ടൽ ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് 33 - 3 11 and 3 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും അല്ലേ. യെസ്, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം? യെസ്, നമ്മൾ ഒന്ന് ക്യാരക്ടർ ടേബിൾ, ഈ ക്യാരക്ടർ ടേബിൾ തന്നിട്ടില്ല അല്ലേ. യെസ്, ഇതും ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. C2Vയുടെ ക്യാരക്ടർ ടേബിൾ തന്നിട്ടില്ലായിരുന്നു. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? A1 A2 B1 B2 ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ ഇവിടെ ഞാനിതൊന്ന് എഴുതുകയാണ്. നമുക്ക് കിട്ടിയിരിക്കുന്ന ടോട്ടൽ അല്ലേ 30 എത്രയാണ്? 33. ഓക്കെ, 11 -3 11 and 3 -3. ഓക്കെ, 11 and 3 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടി അല്ലേ. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് A1 A2 B1 B2 ഒക്കെ നമുക്ക് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? യെസ്, A1 = എങ്ങനെയായിരിക്കും? 1 ഓർഡർ അല്ലേ. ഓർഡർ എത്രയാണ്? C2Vയുടെ 1 2 3 4. ഓക്കെ, സോ 1/4 ഇൻറ്റു ഇത് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലേ. A1 എന്ന് പറയുമ്പോൾ 33 × 1 എന്തായിരിക്കും? യെസ്, 33 -3 + 11. ഓക്കെ, 1 × 11. ഓക്കെ, ഇൻറ്റു 1 × 3 എത്രയായിരിക്കും? 3. ഓക്കെ, അപ്പോൾ 3 ക്യാൻസൽ ആവും. 44/4 എത്ര വരും? 11. ഓക്കെ,
ഇനി A2 ഇതേപോലെ നിങ്ങൾക്ക് A2 കണ്ടുപിടിക്കാം 1/4 ഓക്കെ ഇൻറ്റു 33 ഇതെന്തായിരിക്കും -3 ഓക്കെ -11 പിന്നെ എന്തായിരിക്കും -3 എന്നുള്ള രീതിയിൽ വരും ഓക്കെ അപ്പോൾ ഇതെന്തായിരിക്കും 11 14 17 ഓക്കെ സോ ഇതെന്തായിരിക്കും 16/4 എന്ത് വരും 4 എന്നുള്ള രീതിയിൽ വരും. ഇനി B1 ആണെങ്കിലോ B1 എന്ത് വരും 1/4 ഓക്കെ ഇതേപോലെ 33 -3 -1 into 3 ഓക്കെ 11 +11 ആൻഡ് -3 ഓക്കെ എഗെയിൻ ഇതെന്ത് വരും 11 എന്നുള്ള രീതിയിൽ വരും. ആൻഡ് B2 എങ്ങനെയാണ് കണ്ടുപിടിക്കുക അതേപോലെ തന്നെ അല്ലേ B2 is equal to 1/4 into ഓക്കെ 33 -3 into -1 എത്ര വരും +3 അല്ലേ 33 +3 ആൻഡ് -11 ഇതുപോലെ തന്നെ അല്ലേ -11 ആൻഡ് 3 ഓക്കെ +3 ഓക്കെ സോൾവ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും 7 എന്ന് കിട്ടും ഓക്കെ അതായത് നമ്മുടെ ടോട്ടൽ അല്ലേ ഗാമ ടോട്ടൽ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും നമുക്ക് എഴുതാൻ പറ്റുക എങ്ങനെ എഴുതാൻ പറ്റും 11A1 + 4A2 11A1 + 4A2 ഓക്കെ പ്ലസ് എന്തായിരിക്കും 11B1 + 7B2 എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് നമ്മുടെ ടോട്ടൽ മോഡ്സ് അല്ലേ ദിസ് ആർ ടോട്ടൽ മോഡ്സ് ഓക്കെ ആൻഡ് ഇവിടെ നിന്ന് നോക്കണേ ടോട്ടൽ മോഡിൽ നിന്ന് ട്രാൻസ്ലേഷണലും അതേപോലെ റൊട്ടേഷണലും സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ടോട്ടൽ മോഡ്സിൽ നിന്ന് ട്രാൻസ്ലേഷനും റൊട്ടേഷണലും സബ്സ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും വൈബ്രേഷണൽ കിട്ടും ഓക്കെ വൈബ്രേഷണൽ മോഡ്സ് കിട്ടും. പക്ഷേ നമ്മളോട് എന്താ ചോദിച്ചിരിക്കുന്നത് നമ്മളോട് സ്പെസിഫിക്കലി ചോദിച്ചിരിക്കുന്നത് IR ആക്റ്റീവ് വൈബ്രേഷൻസ് ആണ് IR ആക്റ്റീവ് വൈബ്രേഷൻസ് ആണ്. അപ്പോൾ നമുക്ക് ആദ്യം എന്ത് കണ്ടുപിടിക്കാം വൈബ്രേഷണൽ കണ്ടുപിടിക്കാം ഓക്കെ അപ്പോൾ നമ്മുടെ ഗാമ ട്രാൻസ്ലേഷണൽ അല്ലേ ഗാമ ട്രാൻസ്ലേഷണൽ എങ്ങനെയായിരിക്കും ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയായിരിക്കും XYZ അല്ലേ ട്രാൻസ്ലേഷണൽ XYZ ആയിരിക്കും ഓക്കെ റൊട്ടേഷണൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും RXRY RZ ഓക്കെ അപ്പോൾ എക്സ് എവിടെയാണുള്ളത് മക്കളെ A1 ഉണ്ട് അല്ലേ ട്രാൻസ്ലേഷനിൽ A1 ഉണ്ട് ഓക്കെ A1 ഉണ്ട് ഇനി പിന്നെ ഏതാണുള്ളത് B1 ഉണ്ട് B2 ഉണ്ട് അപ്പോൾ അത് നമുക്ക് സബ്സ്ട്രാക്ട് ചെയ്യാം B1 ഉണ്ട് അതേപോലെ B2 ഉണ്ട് ഓക്കെ ഇനി ഗമ റൊട്ടേഷണൽ എന്ന് പറയുമ്പോൾ ഏതൊക്കെയാണ് ഓക്കെ റൊട്ടേഷണൽ എന്ന് പറയുമ്പോൾ A2 B1 B2 ഓക്കെ A2 B1 B2 ഓക്കെ A2 ഉണ്ട് അതേപോലെ B1 ഉണ്ട് B2 ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് സബ്സ്ട്രാക്ട് ചെയ്യുകയാണെങ്കിൽ വിൽ ഗെറ്റ് ഗാമ ടോട്ടൽ എന്തായിരിക്കും ഓക്കെ ഗാമ ടോട്ടൽ ഇസ് ഈക്വൽ ടു 11A1 10A1 + 3A2 ഓക്കെ + 9B1 പ്ലസ് എന്തായിരിക്കും 5B2 എന്നുള്ള രീതിയിൽ നമുക്ക് കിട്ടും. ഇനി നമ്മളോട് ചോദിച്ചിരിക്കുന്നത് IR ആക്റ്റീവ് വൈബ്രേഷൻസ് ആണല്ലേ അപ്പോൾ XYZ ഉണ്ടെങ്കിൽ അതെന്തായിരിക്കും IR ആക്റ്റീവ് ആയിരിക്കും അല്ലേ ഇഫ് XYZ ഇസ് പ്രസൻറ്റ് XYZ പ്രസൻ്റ് ആണെങ്കിൽ എന്തായിരിക്കും IR ആക്റ്റീവ് ആയിരിക്കും ഓക്കെ അപ്പോൾ B1 ആക്റ്റീവാണ് B2 ആക്റ്റീവാണ് A1 ആക്റ്റീവാണ് A2 എന്താണ് ഇനാക്റ്റീവാണ് അപ്പോൾ A2 എന്താണെന്ന് പറയാം ഇനാക്റ്റീവ് ആണെന്ന് നമുക്ക് പറയാം A2 ഈസ് IR ഇനാക്റ്റീവ് ഓക്കെ അപ്പോൾ ടോട്ടൽ മോഡ്സ് ഓഫ് IR ആക്റ്റീവ് വൈബ്രേഷൻ എന്താണ് 10 + 9 എത്രയാണ് 19 + 5 എന്ത് വരും 24 എന്ന് വരും. സോ ആൻസർ എന്ത് വരും ഓപ്ഷൻ സി 24 എന്ന് വരും. കുറച്ച് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലമാണ് പക്ഷേ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും ഓക്കെ സോ ഇതൊക്കെ നോക്കുക എങ്ങനെയാണ് നമ്മൾ ചെയ്തതെന്ന് സിമ്പിളാണ് ക്യാരക്ടർ ടേബിൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ കേട്ടോ നൗ ക്വസ്റ്റ്യൻ നമ്പർ 62 ആൻസർ കീയിൽ ഇത് റോങ് ആണ് കൊടുത്തിരിക്കുന്നത് ഞാനൊന്ന് നോക്കട്ടെ ആൻസർ കീയിൽ കൊടുത്തിരിക്കുന്നത് ഓപ്ഷൻ ബി ആണ് കറക്റ്റ് എന്നുള്ളതാണ് പക്ഷേ അത് ആക്ച്വലി തെറ്റാണ് ഓക്കെ ഡോപ്ലർ പ്രോട്ടക്റ്റിംഗ് ഫ്രീക്വൻസി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് ടെമ്പറേച്ചർ അത് ശരിയാണ് ഓക്കെ പക്ഷേ കൊളീഷൻ പ്രോട്ടക്റ്റിംഗ് ഫ്രീക്വൻസി ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ക്വയർ റൂട്ട് അല്ല പ്രഷറാണ് കേട്ടോ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷറാണ് സോ ബി എന്താണ് ആക്ച്വലി തെറ്റാണ് സി ശരിയാണ് പക്ഷേ ഡോപ്ലർ ബ്രോഡനിങ് പീക്ക് ഈസ് ലൊറേൻഷ്യൻ ഇൻ ക്യാരക്ടർ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇതെന്താണ് ആക്ച്വലി ഗോഷ്യൻ ആണ് ഓക്കെ അപ്പോൾ എ ശരിയാണ് അതേപോലെ സിയും എന്താണ് കറക്റ്റാണ് ബിയും ഡിയും എന്താണ് റോങ് ആണ് ഓക്കെ പക്ഷെ അങ്ങനെ ഒരു ഓപ്ഷൻ ഇവിടെ കാണുന്നില്ല ഓക്കെ സോ ദിസ് ക്വസ്റ്റ്യൻ ഈസ് ആക്ച്വലി റോങ്
ഓക്കെ, ഇനി 63 അല്ലേ, 63 ഒന്ന് നോക്കി നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത്? ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ. ഇത് ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ ഓഫ് C2H ആണ് അല്ലേ. സെൻട്രോസിമെട്രിക് മോളിക്യൂൾസ് ആണ്, സെൻട്രോസിമെട്രിക് മോളിക്യൂൾസ്. ഓക്കെ, ദ രാമൻ ആക്റ്റീവ് മോഡ്സ് ഓഫ് ട്രാൻസ് 1,3 ബ്യൂട്ടാഡൈൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ് 1,3 ബ്യൂട്ടാഡൈൻ. ഓക്കെ, അപ്പോൾ സെൻട്രോസിമെട്രി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. ഓക്കെ, ഇവിടെ നിന്ന് H നമുക്ക് എന്ത് ചെയ്യാം, റിമൂവ് ചെയ്യാം. ഓക്കെ, യെസ്, C ഡബിൾ ബോണ്ട് C എന്നുള്ള രീതിയിൽ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, യെസ്, സെൻട്രോസിമെട്രിക്. അപ്പോൾ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, മ്യൂച്വൽ എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ പ്രകാരം IR ആക്റ്റീവ് ആണെങ്കിൽ രാമൻ എന്തായിരിക്കും, ഇനാക്റ്റീവ്. രാമൻ ഇനാക്റ്റീവ് ആണെങ്കിൽ IR ആക്റ്റീവ് ആയിരിക്കും. ഇനി IR ആക്റ്റീവ് ആണെങ്കിൽ രാമൻ ഇനാക്റ്റീവ് ആയിരിക്കും. അപ്പോൾ മക്കളെ സിമ്പിളായിട്ടുള്ള കാര്യമാണ്. ജെറാഡ് ഉണ്ടെങ്കിൽ, ജെറാഡ് സിമെട്രി ആണെങ്കിൽ ഇവരെന്തായിരിക്കും, യെസ്, രാമൻ ആക്റ്റീവ് ആയിരിക്കും. രാമൻ ആക്റ്റീവ്. ഓക്കെ, അൺജെറാഡ് ആണെങ്കിൽ എന്തായിരിക്കും, IR ആക്റ്റീവ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇതെന്തായിരിക്കും, രാമൻ ഇനാക്റ്റീവ്. അപ്പോൾ ഇവിടെ ചോദിച്ചിരിക്കുന്നത് റെഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ, ദ ഇറഡ്യൂസിബിൾ റെപ്രസെൻറ്റേഷൻ C2H ഇങ്ങനെയൊക്കെ തന്നിട്ടുണ്ട്. ദ രാമൻ ആക്റ്റീവ് മോഡ്സ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ രാമൻ ആക്റ്റീവ് മോഡ്സ് ആരാണ്, യെസ്, ജെറാഡാണ് അല്ലേ. അപ്പോൾ ഏതായിരിക്കും, AG ആൻഡ് BG. ഓക്കെ, യെസ്, അത് ക്യാരക്ടർ ടേബിൾ വെച്ചിട്ട് നമുക്ക് പറയാൻ പറ്റും അല്ലേ. ജെറാഡ് ആണെങ്കിൽ എന്തായിരിക്കും, യെസ്, സിംപ്ലി ക്യാരക്ടർ ടേബിൾ പോലും വേണ്ട അല്ലേ. സെൻട്രോസിമെട്രിക് ആണെങ്കിൽ എന്തായിരിക്കും, ഈ ഒരു മോളിക്യൂൾസ് അല്ലേ, ജെറാഡ് ആയിട്ടുള്ളവർക്ക് രാമൻ ആക്റ്റീവ് ആയിരിക്കും. ഓപ്ഷൻ ബി. നൗ ക്വസ്റ്റ്യൻ നമ്പർ 64 അല്ലേ. ഇൻ കോംപ്ലക്സോമെട്രിക് ടൈറ്റേഷൻ ഡിറ്റർമൈൻ ദ മാസ് ഓഫ് കോപ്പർ ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. യെസ്, നമ്മുടെ ഇൻഡിക്കേറ്റർ മ്യൂറക്സൈഡ് ഇൻഡിക്കേറ്റർ ബിറ്റ്വീൻ pH 9 and 11 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ കളറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, യെസ്, മ്യൂറക്സൈഡ് ഇൻഡിക്കേറ്റർ അല്ലേ. ഇവിടെ ഫ്രീ ആണെങ്കിൽ വയലറ്റ് ആണെന്നും, അതേപോലെ കോംപ്ലക്സ് ആണെങ്കിൽ എന്തായിരിക്കും, കോപ്പർ ആണെങ്കിൽ ഓറഞ്ച് ആയിരിക്കും അല്ലേ. യെസ്, അപ്പോൾ ഏതായിരിക്കും ഇവിടെ, ദ കളർ ഓഫ് ഫ്രീ ഇൻഡിക്കേറ്റർ ഇസ് വോട്ട്. ഫ്രീ ഇൻഡിക്കേറ്റർ ആണെങ്കിൽ അതെന്തായിരിക്കും, ഇതല്ല, വയലറ്റ് ആണല്ലേ. യെസ്, യെസ്, ദ കളർ ഓഫ് ഫ്രീ ഇൻഡിക്കേറ്റർ ഇസ് വയലറ്റ് ആൻഡ് ദ കളർ ഓഫ് മെറ്റൽ അയോൺ കോംപ്ലക്സ് ഇസ് വോട്ട്, ഓറഞ്ച്. ഓക്കെ, യെസ്, കോംപ്ലക്സ് കോപ്പർ ആണെങ്കിൽ ഓറഞ്ച് ആയിരിക്കും. അപ്പോൾ നമ്മുടെ ക്ലാസ്സുകളിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് വന്നിരിക്കുന്നത് അല്ലേ. 64A. 65. യെസ്, ഇൻ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് ഓഫ് 6th ഗ്രൂപ്പ് അയോൺസ് ഏതൊക്കെയാണ്, സോഡിയം, മഗ്നീഷ്യം ആൻഡ് പൊട്ടാഷ്യം അല്ലേ. ദ പ്രസൻസ് ഓഫ് പൊട്ടാഷ്യം അയോൺ ഇസ് കൺഫേംഡ് ബൈ ആഡിങ് സോഡിയം കൊബാൾട്ട് നൈട്രേറ്റ്. ഓക്കെ, അപ്പോൾ പൊട്ടാഷ്യം എന്താണ്, യെസ്, നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് സോഡിയം കൊബാൾട്ട് നൈട്രേറ്റ് ആണ് അല്ലേ, കൊബാൾട്ട് നൈട്രേറ്റ്. ഓക്കെ, യെസ്, അങ്ങനെയാണെങ്കിൽ ടു ഫോം എ ടെസ്റ്റ് സൊല്യൂഷൻ ദ കളർ ഓഫ് ദ പ്രിസിപ്പിറ്റേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും, പൊട്ടാഷ്യം കൊബാൾട്ട് NO2 6 എന്നുള്ള രീതിയിൽ വരും അല്ലേ. ആൻഡ് ദ കളർ ഈസ് വോട്ട്, യെല്ലോ. ഓക്കെ, യെല്ലോ precipitate. So option B is the correct answer. 65B. Now, which of the following statement is not correct regarding, yes, തെർമൽ അനാലിസിസ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. DTA, TG ഒക്കെ ആയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ആൻസർ പറഞ്ഞിരിക്കുന്നത് യെസ് DT ആണ്. ഇത് യൂസ് ചെയ്തിരിക്കുന്ന റേഞ്ച് എന്ന് പറഞ്ഞാൽ 1600 to 2000 ഒക്കെയാണ്. പക്ഷേ ഇത് വളരെ ചെറിയൊരു റേഞ്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. യെസ്, ഐ മീൻ വലിയ റേഞ്ചാണ്, -90 to 2600 ആണ്. അപ്പോൾ ഇതെന്താണ്, നോട്ട് കറക്റ്റ് ആണ്. ഓക്കെ, സോ ദിസ് ഇസ് ദി കറക്റ്റ് ആൻസർ, ഓപ്ഷൻ സി. 67. യെസ്, അഗെയിൻ ഇതൊക്കെ മേ ബി നിങ്ങൾ ചെയ്തിട്ടുണ്ടാകും. വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ എക്സാമ്പിൾ ഓഫ് നാച്ചുറൽ പോളിമേഴ്സ് വിത്ത് pH റെസ്പോൺസീവ് ബിഹേവിയർ. ഏതാണ്, കൈറ്റോസനും അതേപോലെ ഡെക്സ്ട്രനും ആണ്. യെസ്, അതിൻ്റെ സ്ട്രക്ചേഴ്സാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഓക്കെ, എല്ലാം ഒന്നും മേ ബി നിങ്ങൾ ചെയ്തിട്ടുണ്ടാവില്ല, എന്നാലും കുഴപ്പമില്ല. 68. യെസ്, ഗ്രീൻ കെമിസ്ട്രിയുമായിട്ട് റിലേറ്റഡ് ആണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ് അല്ലേ. പ്രിവെൻഷൻ ഓഫ് വേസ്റ്റ് ആൻഡ് ആറ്റം എക്കണോമി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ. യെസ്, റിഡക്ഷൻ ഇൻ ജനറേഷൻ ആൻഡ് ഡെറിവേറ്റീവ്സ് ഓഫ് ആറ്റം എക്കണോമി അഗെയിൻ സെയിം ആണ്, കറക്റ്റ് ആയിട്ടുള്ളതാണ്. ഇൻകോപ്പറേഷൻ ഓഫ് റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്ക്, അതും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലേ. യെസ്, യൂസ് ഓഫ് റിന്യൂവബിൾ ഫീഡ് സ്റ്റോക്ക്. പക്ഷേ ഇവിടെ റിഡക്ഷൻ ഇൻ യൂസ് ഓഫ് കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്, യെസ്, തെറ്റാണ് അല്ലേ. കാറ്റലിസ്റ്റ് എത്രത്തോളം മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളതാണ്. ആൻഡ് പ്രിവെൻഷൻ ഓഫ് വേസ്റ്റ് ആൻഡ് ആറ്റം എക്കണോമി അഗെയിൻ കറക്റ്റാണ്. സോ ഓപ്ഷൻ സി. ആർ നോട്ട് എസൻസ് എന്ന് പറയുന്നത് ഓപ്ഷൻ സി അഗെയിൻ ഈ ഒരു പോയിൻ്റാണ് അല്ലേ. യെസ്, ഇനി റേഡിയോ വേവ്സ് ഗെറ്റ് റിഫ്ലക്റ്റ് അറ്റ് വിച്ച് അറ്റ്മോസ്ഫിയറിക് ലെയർ. ഏതാണ്, അയോണോസ്ഫിയർ ആണ് അല്ലേ. അയോണോസ്ഫിയറിൽ ഫ്രീ ഇലക്ട്രോൺസും അതേപോലെ ചാർജ്ഡ് ആയിട്ടുള്ള പാർട്ടിക്കിൾസ് ഒക്കെ ഉണ്ട് അല്ലേ.
ഇവരെ എന്ത് ചെയ്യും? റേഡിയോ വേവ്സിനെ റിഫ്ലക്റ്റ് ചെയ്യും. അതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ്. ഓപ്ഷൻ ബി. ആൻഡ് ക്വസ്റ്റ്യൻ നമ്പർ 70 കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു ചോദ്യമാണ് അല്ലേ? ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇവിടെയുള്ളത് ദ കളർ ഓഫ് ചേഞ്ച് ഓഫ് ഹാലോക്രോമിക് സബ്സ്റ്റൻസ് ഒക്കെ വെൻ ദ കെമിക്കൽ ബൈൻഡ്സ് ടു എക്സിസ്റ്റിംഗ് ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രോക്സൈഡ് അയോൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അല്ലേ? ഹൈഡ്രജൻ ആൻഡ് ഹൈഡ്രോക്സൈഡ് അയോൺസ്. ഓക്കെ, അതേപോലെ ബാക്കിയുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് എല്ലാം തന്നെ എന്താണ്? കുറച്ച് ഡിഫിക്കൽട്ടായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റ്സ് ഒക്കെ എന്താണ്? കറക്റ്റാണ്. ആൻസർ കീയിൽ നമുക്ക് ഓപ്ഷൻ ഡി എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, മെജോറിറ്റി ഓഫ് ദ ക്വസ്റ്റ്യൻസും നമുക്ക് എഴുതാൻ പറ്റിയിട്ടുണ്ട്. എന്നാലും കുറച്ച് ക്വസ്റ്റ്യൻസ് എന്താണ്? സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്. എന്നാലും അത്യാവശ്യം കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സെഷനൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ഗൈസ്.